الفائزين بإذن الله أما بعد ആദരണീയരായ ഉസ്താദന്മാരും സ്നേഹനിധികളായ സഹോദര സഹോദരിമാർ, പ്രത്യേകിച്ച് KMIC-യുടെ റേഡിയോ ശ്രോതാക്കളായ സുഹൃത്തുക്കൾ, അല്ലാത്ത ഏതെങ്കിലും നിലക്ക് ഈ ക്ലാസ് ശ്രവിക്കുന്ന കേൾക്കുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കൾ, അല്ലാഹു തആല ജീവിതത്തിൽ ഉപകരിക്കുന്നത് പറയാനും കേൾക്കാനും ആവശ്യമുള്ളവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനും അല്ലാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാർ, അൽഹംദുലില്ലാഹ് നമ്മൾ പല മസ്അലകളും വിഷമകരമായി തോന്നുന്ന പല കാര്യങ്ങളും അതിന്റെ യാഥാർത്ഥ്യം അറിയുമ്പോ സന്തോഷം രേഖപ്പെടുത്തുന്നവരുണ്ട്. അള്ളാഹു ആ സന്തോഷം നാളെ ആഖിറത്തിൽ സാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാര്, ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം ഞാൻ ഉദാഹരണ സഹിതം പറയുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇത്തരം വിഷയങ്ങളിൽ അബദ്ധങ്ങൾ സംഭവിക്കരുത് എന്ന് ആഗ്രഹിച്ചതിന്റെ പേരിലും ഇത്തരം ക്ലാസുകളൊന്നും ശ്രദ്ധിക്കാത്ത നമ്മുടെ കുടുംബമിത്രാദികളാവുന്ന സഹോദരിമാർക്ക് നിങ്ങൾക്കത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനും സാധിക്കണം എന്നുള്ള ഒരു മഹത്തായ ലക്ഷ്യം എന്റെ ഖൽബിലുണ്ട്. അത് വെച്ച് ഉദാഹരണ സഹിതം പറയുമ്പോ അത് ആവർത്തനമായി ആരും കണക്കാക്കാതെ അത് ഉപകാരമായി എന്ന് കണക്കാക്കുന്നത് ഭാവിയിൽ ഉപകരിക്കും എന്ന് ഞാൻ പറയുന്നു. ഞാൻ വളരെ ഏറിക്കഴിഞ്ഞാൽ ഒരു മണിക്കൂർ അത്രേ പറയുള്ളൂ. എന്താ ഞാനൊരു മണിക്കൂർ സമയം വെക്കാൻ കാരണം, നമ്മുടെ ഗൾഫുകാരാവുന്ന സഹോദരിമാര് അവരിപ്പോ സുബഹിസ്കാരക്കും കഴിഞ്ഞ് ഏകദേശം ഒരു 7 മണി ആയിട്ടിപ്പോ ഗൾഫിലുണ്ടാവുമല്ലോ അല്ലെ. സൗദിയിലൊക്കെ ഇപ്പൊ 7 മണി. ചിലപ്പം രാത്രിയൊന്നും ഉറങ്ങാതെ രാവിലെ ഭർത്താവ് ജോലിക്ക് പോയാൽ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചാൽ ഉറങ്ങാൻ കാത്തിരിക്കുന്നവരുണ്ടാവും. അപ്പൊ കൂടുതൽ സമയമാവുമ്പോൾ അവർക്ക് ഈ ക്ലാസ് ശ്രദ്ധിക്കാൻ കൂടുതൽ. പിന്നെ നാട്ടിലുള്ള നമ്മുടെ കേരളത്തിലുള്ള സഹോദരിമാര് അവര് ഉച്ചഭക്ഷണം ശരിയാക്കുന്ന തിരക്കിലുമായിരിക്കും. അപ്പൊ കൂടുതൽ സമയം ഇതിങ്ങനെ കേൾക്കാൻ അവർക്കും സമയം കിട്ടൂല. പക്ഷെ ഇത് നമ്മൾ സമയമില്ല എന്ന് കണക്കാക്കി ഇതൊന്നും കേൾക്കാതിരുന്നാൽ നമുക്ക് ഭാവിയിൽ വലിയ അബദ്ധങ്ങൾ സംഭവിക്കും. ഇന്നലെ നമ്മൾ ക്ലാസ്സിൽ ആകെ ചർച്ച ചെയ്ത വിഷയം നിത്യ അശുദ്ധി എന്ന നിയമം, അതിന്റെ വിധി ഒരാൾക്ക് ബാധകമാവണമെങ്കിൽ എപ്പോൾ എന്നാണ് പറഞ്ഞത് അല്ലേ. ഇത് വളരെ സാധാരണക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിത്യ അശുദ്ധി എന്ന് പറയുന്ന ഒരു നിയമം ഒരു വ്യക്തിയിൽ വരണമെങ്കിൽ അത് എപ്പോഴാണ് എന്ന് നമ്മൾ പറഞ്ഞു. അതിന്റെ ഒരു ഉദാഹരണം എന്റെ സ്ത്രീകൾക്ക് ഒന്നുകൂടി ആ കാര്യം വ്യക്തമായി മനസ്സിലാക്കാൻ ഞാൻ ഉദാഹരണം പറയുന്നുണ്ട്, അത് കേൾക്കണം. നമ്മൾ ഓരോന്നും വേർതിരിച്ചു പറയാത്തതാണ് പലപ്പോഴും സാധാരണക്കാർ അങ്കലാപ്പിലാകുന്നത്. ഇന്നലെ ആ ക്ലാസ് കേട്ട 1-2 ആളുകൾ അറിയിച്ചു. കാരണം ഒരു നിത്യ അശുദ്ധിയായ ഒരു സ്ത്രീ എന്ന് വെക്കുക, അപ്പോ ഈ ഇസ്തിഹാലത്തിന്റെ രക്തം പുറപ്പെടുന്ന ഒരു സഹോദരി ആ നിത്യ അശുദ്ധിയുടെ നിയമം പാലിച്ച് നിസ്കരിക്കാനുള്ളത് വലിയൊരു പ്രയാസമാണ്. കാരണം മുമ്പത്തെ ക്ലാസുകൾ കേട്ട പല സഹോദരിമാർക്കും അറിയാം അതിന്റെ ഗൗരവം. അത് പഞ്ഞി വെക്കേണ്ട സ്ഥലവും അതിന്റെ രൂപവും ഭാവവും ഒരു സഹോദരിയെ സംബന്ധിച്ച് വളരെ ഇടങ്ങളാണ്. പക്ഷെ പലപ്പോഴും അറിയാതെ അങ്ങനെ ഇടങ്ങളായി നിസ്കരിക്കുന്ന ആൾക്കാരുണ്ട്. അതിൽ നിന്ന് ചിലവർക്ക് ഇന്നലത്തെ ക്ലാസ് പരിഹാരമായി. എന്താ, ഇസ്തിഹാലത്ത് രക്തം പുറപ്പെടുന്ന പെണ്ണാച്ചിട്ട്
ഒരു നിത്യാശുദ്ധിയുടെ നിയമം പാലിച്ചിട്ട് നിസ്കരിക്കേണ്ട രൂപം വരുന്നില്ലല്ലോ. ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതെന്താ? നിസ്കാരത്തിന്റെ സമയത്തിലായിട്ട് ചുരുങ്ങിയ രൂപത്തിൽ ഒളു ചെയ്ത്, ഞാൻ ചുരുങ്ങിയ രൂപം തന്നെ പറയുള്ളൂ. ഈ ചുരുങ്ങിയ രൂപം എന്നതുകൊണ്ട് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് എന്താ? ഫറളുകൾ മാത്രം ചെയ്ത് ഒളുണ്ടാക്കുക, നിസ്കരിക്കുക. കാരണം ഞാനത് ക്ലാസ്സിന് സമയം ലാഭം കിട്ടാൻ ചുരുങ്ങിയ രൂപം എന്നാണ് പെട്ടെന്ന് ഒളുണ്ടാക്കാനാണ്. എന്താ അതിന്റെ അർത്ഥം? ചുരുങ്ങിയ രൂപം എന്നാണ് ഫറളുകൾ മാത്രം. ഒളുവിൽ സുന്നത്തുണ്ട്, ഫറളുണ്ട്. ആ സുന്നത്തൊക്കെ അത് ഒഴിവാക്കിയിട്ട് ഫറളുകൾ മാത്രം ചെയ്യാനുള്ള നിസ്കാരവും അതാണ് ഈ ചുരുങ്ങിയ രൂപം എന്ന് പറഞ്ഞിട്ടോ. ഇനി ക്ലാസ്സിൽ ഞാൻ ഇടക്കിടക്ക് ചുരുങ്ങിയ രൂപം എന്ന് പറയുമ്പോ അതിൽ നിങ്ങൾ ഇഷ്കാലാവരുത്. ഇനി അതുകൊണ്ടാണ് ഞാൻ ഓരോ വാക്കും നമ്മളിങ്ങനെ ഞാൻ വ്യക്തമാക്കി തരും. അപ്പൊ ആ ചുരുങ്ങിയ രൂപത്തിൽ ഒളു ചെയ്യാനും നിസ്കരിക്കാനും സമയം കിട്ടുന്ന ഒരു സ്ത്രീയാണെങ്കിൽ ആ സ്ത്രീ ഒരു നിത്യാശുദ്ധിയുടെ നിയമം പാലിച്ചല്ല നിസ്കരിക്കേണ്ടത്. അവരെ പഞ്ഞി വെക്കുക, വെച്ച് കെട്ടുക പോലത്തെ നിയമങ്ങളൊന്നും അവരെ പാലിക്കാനില്ല. ആ സമയം നോക്കിയാൽ നിസ്കരിക്കുക, ആ സമയം കാത്തിരിക്കുക, ആ സമയമായ ഉടനെ നിസ്കരിക്കുക. അത് പലവരും തെറ്റിദ്ധരിച്ചൊരു മസലയാണ്. പ്രത്യേകിച്ച് ഗൾഫിലുള്ള പല ചെറുപ്പക്കാർ ഈ മൂത്രം ഒറ്റുന്ന ചില ആളുകൾ. കാരണം അവര് വാങ്ക് കേൾക്കുമ്പോ പള്ളിയിൽ കയറും, എന്ത് ചെയ്യും? മൂത്രമൊഴിച്ചാൽ പിന്നെ ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ ഈ ഒറ്റുന്ന പ്രശ്നം വരും. അപ്പൊ അവരിപ്പോ എന്താ മനസ്സിലാക്കിയത്? മൂത്രമൊറ്റുന്ന അസുഖമാണ്. അപ്പൊ സാധാരണ നിത്യാശുദ്ധിക്കാരന്റെ നിയമം എന്താ? നിയമം പാലിച്ച് നിസ്കരിക്കാൻ അല്ല. അവിടെ മസല അങ്ങനെയല്ല. അവരാ 15 മിനിറ്റ് കഴിഞ്ഞാൽ അത് നിൽക്കുന്നു. ഓന്റെ പതിവാണ് ഒഴിച്ച മുതൽ ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ ഒരു മൂത്രമൊച്ചലും ഒരിക്കലും ഒരു പ്രശ്നവും പ്രയാസമാണ്. അത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് അതാണ് നിൽക്കും ചെയ്യാണ്. അപ്പൊ അത് അവന്റെ പതിവ് അങ്ങനെയാണ്. അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം അവസാനിക്കുന്നവനക്കറിയാം. അപ്പോ ആ സമയം കാത്തിരിക്കാവാണ്. അപ്പൊ ഒരുപാട് ആൾക്കാരെ ഇഷ്കാലവസ്ഥാരെ ജമാഅത്ത് പോകൂലേ? അതിന് നമ്മൾ നല്ല മറുപടിയും പറഞ്ഞു. അവരുടെ ജമാഅത്ത് പോവോന്ന് പ്രശ്നമില്ല അവരെ. അല്ലെങ്കിൽ അവലത്ത് പോവുക അല്ലെ? കാത്തിരിക്കാവാ. ഇന്നലെ നല്ലൊരു പോയിന്റ് ആയി മനസ്സിലാക്കും. അവരെ നമ്മൾ ജമാഅത്ത് പോകുമോ അല്ലെങ്കിൽ അവലത്ത് നഷ്ടപ്പെടുമോ എന്ന് ചിന്തിക്കാതെ ഇത് ഒരു 15-ഓ 20-ഓ ഒരു മണിക്കൂറായിക്കോട്ടെ. ജമാഅത്ത് 20 മിനിറ്റ് ജമാഅത്ത് അവലൊക്കെ കഴിഞ്ഞാൽ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ഒരിക്കൽ പ്രശ്നം അവസാനിക്കും. പിന്നെ അതുണ്ടാവില്ല. പിന്നെ ഇഞ്ഞു മൂത്രമൊഴിക്കുമ്പോൾ അല്ലെ? അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. ഇഞ്ഞു മൂത്രമൊഴിക്കുമ്പോഴേ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ നിൽക്കും. ഇഞ്ഞോന് എപ്പോഴാ മൂത്രമൊഴിക്കണമെങ്കിൽ ഈ പ്രശ്നം വീണ്ടും ആവും. അപ്പോ അവരെ ജമാഅത്ത് കഴിഞ്ഞല്ലോ, എന്റെ അവലൊക്കെ പോയല്ലോ, അതൊന്നും അത് ചിന്തിക്കാൻ പാടില്ല. അത് നമ്മൾ പറഞ്ഞുകൊണ്ട് ജമാഅത്തിന്റെ കൂലി അവർക്ക് നഷ്ടപ്പെടുന്നില്ല. കാരണം അവൻ കൽപ്പിച്ചു കൂട്ടി ജമാഅത്ത് ഒഴിവാക്കിയവനല്ല, കാരണത്തോട് കൂടെ ജമാഅത്ത് ഒഴിവാക്കിയതാണ്. കാരണത്തോട് കൂടെ ജമാഅത്ത് ഒഴിവാക്കിയാൽ അവർക്ക് ജമാഅത്തായി നിസ്കരിച്ച കൂലി കിട്ടും. അവർ ഒരു മസല ഇടയിൽ ഞാൻ പ്രവാസികൾക്ക് വേണ്ടി പറയാണ്. ഗൾഫിലാണ് അത് പലപ്പോഴും ആവശ്യമാവട്ടോ. എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു മസല ഞാൻ ഇടയിൽ നിന്ന് കേറി പറയാണ്. സ്ത്രീകളൊന്ന് ശ്രദ്ധിക്കുക. ഈ ജമാഅത്തിന്റെ മസല എപ്പോഴും സ്ത്രീകൾക്ക് അത് ആവശ്യമായിക്കോന്നില്ല. പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട മസലയാണ് അവിടെ പറയാം. ഇപ്പൊ നമ്മളൊരു നിത്യാശുദ്ധിക്കാരൻ ആണെങ്കിൽ നിത്യാശുദ്ധിക്കാരനാകുന്ന രൂപത്തിൽ ആ നിയമങ്ങളൊക്കെ പാലിച്ച് ഒളു ചെയ്താൽ ജമാഅത്ത് പോലത്തെ ആവശ്യത്തിന് വേണ്ടി കാത്തിരിക്കാം എന്നൊരു മസലുണ്ട് അല്ലെ? നമ്മൾ നിസ്കാരത്തിന്റെ സമയമായി ഒരു നിത്യാശുദ്ധിക്കാരനായിരുന്നു, അവൻ ഒളുവൊക്കെ ചെയ്ത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ജമാഅത്തായി നിസ്കരിക്കാൻ കൂടും. അവരെന്നലെ പറഞ്ഞ മസല മറക്കരുത്, ആരും മറന്നു പോവരുത്. കാരണം ഓൺലൈൻ ക്ലാസ് റൂമാണ്. പുതിയ ശ്രോതാക്കൾ ഇങ്ങനെ കടന്നു വരുന്നതല്ലാത്തോലും ഉണ്ടാവും. അപ്പൊ അവര് നമ്മളൊന്ന് പരിഗണിക്കണം ഈ മസല തിരിയാൻ. 15 മിനിറ്റ് ബാങ്ക് കൊടുത്തു. ഇപ്പൊ എനിക്കൊരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല, മൂത്രം ഒറ്റുന്ന പ്രശ്നമില്ല, അല്ലെങ്കിൽ മറ്റു നിത്യാശുദ്ധിയുടെ ഒരു കാരണം അവനിക്കില്ല. ഇനി കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോ തുടങ്ങാൻ സാധ്യത. കുറച്ച് കഴിഞ്ഞാലേ ജമാഅത്ത് കിട്ടുള്ളൂ.
ഇപ്പൊ പ്രശ്നമില്ല. എന്നാലും ഒന്ന് ജമാഅത്ത് കാത്തിരിക്കുകയല്ല വേണ്ടത്. പെട്ടെന്ന് ഈ നിസ്കാരം നിസ്കരിച്ചൊഴിവാക്കുക. ഈ നിസ്കാരം നിസ്കരിച്ചൊഴിവാക്കി 15 മിനിറ്റ് കഴിഞ്ഞ് ജമാഅത്തായി നിസ്കരിക്കുമ്പോ ഇനി മൂത്രയൊറ്റലും കാറ്റു പോവലും പോലത്തെ പ്രശ്നം വരുമെന്ന് കണ്ട് നമ്മൾ ആ ജമാഅത്ത് കാത്തിരിക്കരുത്. പെട്ടെന്ന് പോയി നിസ്കാരം ഇത് അശുദ്ധി ഇല്ലാത്ത രൂപത്തിൽ നിസ്കരിക്കാൻ അവൻ ശ്രദ്ധിക്കണം. ഇതെല്ലാവരും ആ മസല പലപ്പോഴും പലവരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു മസല ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പുതിയ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്നുകൂടി ആവർത്തിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞതെന്താ, നമ്മളിങ്ങനെ നിത്യാശുദ്ധിക്കാരനാണ് ഇല്ല കാലം, അതിന്റെ ആ നിയമം പാലിച്ച നിത്യാശുദ്ധിക്കാരനാണ്. ഒന്ന് ഒളുവൊക്കെ ചെയ്ത് അപ്പൊ ഓന് വീട്ടിൽ നിന്നാണ് ഇതൊക്കെ ചെയ്തത് എന്ന് വെക്കുക. പിന്നെ ഓനക്ക് ഇനിയിപ്പോ ജമാഅത്തായി നിസ്കരിക്കണമെങ്കിൽ എന്ത് വേണം? പള്ളിയിലെത്തണം. അപ്പൊ ഒരു 5 മിനിറ്റ് ഒക്കെ നടക്കണം പള്ളിക്ക്. പോവാം കുഴപ്പമില്ല. പക്ഷെ അങ്ങനെ ആ ജമാഅത്ത് നിത്യാശുദ്ധിക്കാരനായ രൂപത്തിൽ ഒളൂ ചെയ്ത് ജമാഅത്തിന് അവനിക്ക് കാത്തിരിക്കാം, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞത് എപ്പോഴാണെന്നറിയും? ആ ജമാഅത്തായി നിസ്കരിക്കലും മത്ലൂബാവണം. മത്ലൂബ് ഞങ്ങൾക്ക് തിരിയില്ല അല്ലെ, സാധാരണക്കാർക്ക് തിരിയില്ല. സുന്നത്തായ രൂപമാവണം. സുന്നത്തായ രൂപമാവണം ആ ജമാഅത്ത്. അപ്പലേ എന്തിനു പറ്റുള്ളൂ? ഈ നിത്യാശുദ്ധിക്കാരനായ രൂപത്തിൽ ഒളൂ ചെയ്ത് ജമാഅത്തിന് കാത്തിരിക്കാൻ പറ്റുള്ളൂ. ഞാൻ മനസ്സിലാക്കി തരാം. ഇവൻ വാങ്ങു കൊടുത്ത ഉടനെ നിത്യാശുദ്ധിക്കാരനായ രൂപാണ്. ആ രൂപത്തിൽ അത് നിയമങ്ങളൊക്കെ പാലിച്ച് ഒളൂ ചെയ്തു. ഇനിയൊരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ഓനക്ക് ജമാഅത്തായി നിസ്കരിക്കാൻ പറ്റും. അപ്പൊ ഓനക്ക് എന്ത് ചെയ്യാം? 5 മിനിറ്റ് കാത്തിരിക്കാം. പക്ഷെ ഈ ജമാഅത്തിന്റെ ഇമാമു വഹാബിയാണ്. മനസ്സിലാക്കണം. ഈ സംഗതി 5 മിനിറ്റ് കാത്തി നല്ല ശ്രദ്ധിക്കുക. ഗൾഫുകാർക്ക് എപ്പോഴും ആവശ്യം. അപ്പം ഗൾഫിലെ ഇമാമിങ്ങളൊക്കെ എന്തേ കാലം വഹാബിയലും ജമാഅത്തേലൊക്കെ ആൾക്കാർ ജമാഅത്തേലും വഹാബിയലൊക്കെ ആയിരിക്കും. അപ്പൊ നമ്മളിപ്പോ ഒരു നിത്യാശുദ്ധിക്കാരൻ മസല വലിച്ചിട്ടുണ്ട്. എന്താ മസല വലിച്ചത്? നിത്യാശുദ്ധിക്കാരനാണെങ്കിൽ ജമാഅത്തിന് വേണ്ടി ഒരു 5 മിനിറ്റ് ഒക്കെ, 5 മിനിറ്റിനില്ല, ജമാഅത്തിന് വേണ്ടി കാത്തിരിക്കാം. പക്ഷെ നമ്മളിപ്പന് കാത്തുങ്ങാതി ഈ ഒളുണ്ടാക്കിയിട്ട് ഈ ഹംസായ ഇമാമിന്റെ ജമാഅത്തും കാത്തിരിക്കാം. സുന്നത്തില്ല, പാടില്ല, ചെയ്യണ്ട. കാരണം അപ്പൊ ഒരു നിത്യാശുദ്ധിക്കാരൻ ഒളൂ ചെയ്യേണ്ട രൂപത്തിൽ ഒളൂ ചെയ്തിട്ട് ജമാഅത്തിന് വേണ്ടി കാത്തിരിക്കാം എന്ന് പറഞ്ഞു. എന്റെ ഗൾഫുകാരാവുന്ന ശ്രോതാക്കളാവുന്ന സഹോദരിമാരി മസല പഠിച്ചേക്കണം. നിങ്ങളെ ഭർത്താവിന് ഇങ്ങനത്തെ ഒരു രോഗം ഉണ്ടെങ്കിൽ ഭർത്താവിന് ഈ മസല പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും. നിങ്ങൾ ആ വഹാബിന്റെ പിന്നിൽ തുടരാൻ വേണ്ടിയിട്ട് ഈ ഒളുണ്ടാക്കിയിട്ട് കാത്തിരിക്കണ്ട. അപ്പൊ ആ ജമാഅത്തും മത്ലൂബ. ഇങ്ങനെ ജമാഅത്ത് മത്ലൂബാവുക, ആ ജമാഅത്തിൽ പങ്കെടുക്കൽ സുന്നത്താവുന്ന രൂപാണ്. അപ്പൊ അത് സ്വഹീഹായ നിലക്ക് തുടരൽ സുന്നത്തായ ഇമാമാണ്. അപ്പൊ ഈ ജമാഅത്തിന്റെ ഇമാമ് വഹാബിയാണ്, മുബ്തദിയാണ്. മുബ്തദിയായ ഇമാമാണെങ്കിൽ അവനെ തുടർന്ന് നിസ്കരിക്കൽ എന്താണ്? കറാഹത്താണ്. ആ ജമാഅത്തിൽ പങ്കെടുക്കാതിരിക്കാവാണ്ട്. അപ്പൊ ഈ നിത്യാശുദ്ധിക്കാരൻ ഒന്നുണ്ടാക്കിയിട്ട് ഈ കോലത്തിലുള്ള ജമാഅത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കണ്ട. ഫിഖിന്റെ ഗ്രന്ഥങ്ങള്, ഇക്നായിന്റെ ബുജൈലിമി, ജമല് പോലത്തെ ഫിഖിന്റെ ഗ്രന്ഥങ്ങൾ നോക്കിയാൽ ഈ മസല കാണാം. എന്തയിൽ ഞാൻ കിതാബ് പറയുന്നത് ഇങ്ങനത്തെ അപൂർവമായ മസലകള് പലപ്പോഴും പലവരുടെ ശ്രദ്ധയിലും പെടാത്ത ഉസ്താദുമാരുണ്ടെങ്കിൽ അവര് കൂടി നമ്മുടെ ഗൾഫുകാർ റൂമിലൊക്കെ എല്ലാവർക്കും പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു കിതാബിന്റെ പേരടക്കം. ഏതായിരുന്നാലും അത് പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു മസലയാണ്. ഇരിക്കാൻ നമുക്ക് പറയാം. അപ്പൊ ഏതായിരുന്നാലും നമ്മൾ ഇങ്ങനെ കല്ലും നെല്ലും വേർതിരിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. കൂട്ടത്തിൽ ഞാനൊരു കാര്യം പറഞ്ഞു. അപ്പോഴാണ് നമ്മളിങ്ങനെ ഉദാഹരണങ്ങളൊക്കെ ആവർത്തിച്ചു വരുമ്പോ വെറുപ്പില്ലാതിരിക്കാനാണ് ഇന്നലെ വൈകുന്നേരത്തിൽ ഞാനൊരു മസല, വൈകുന്നേരത്തെ ഒരു മഗ്‌രിബിന്റെ മുന്നേ അത് കേട്ടൊരു ബോധ ആൾക്കാർ പറഞ്ഞു ഇതാരും ശ്രദ്ധിക്കുന്നില്ലട്ടോ. എന്താ? കാരണം നമ്മൾ ഒരു സ്ഥലത്തെത്തിയാൽ യാത്ര മുറിയും, 4 ദിവസം താമസിച്ചാൽ യാത്ര മുറിയും. ഇതെല്ലാവർക്കും അറിയാം. പൊതുവിൽ എല്ലാ ഉസ്താദന്മാരും അങ്ങനെ ഒറ്റവാക്കിൽ പറയും 4 ദിവസം. അപ്പോ ഒരാള് മക്കയിൽ നിന്ന് ജിദ്ദയിലെത്തിയത് തിങ്കളാഴ്ച, ഓൻ വെള്ളിയാഴ്ച ജുമാന്റെ ശേഷം നാട്ടിക്ക് പോലും ചെയ്യാം.
ഓൻ കണക്കൂട്ടി തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം 5 ദിവസമായി. 5 ദിവസമായി. ഞാൻ മക്കത്തിന് വന്ന് ജിദ്ദയില് താമസം തുടങ്ങിയിട്ട് 5 ദിവസമായി. എന്റെ യാത്ര മുറിഞ്ഞു. ഞാൻ പുതിയ യാത്രക്കാരനാണെന്നാണ് ഓന്റെ ഭാവന. വാസ്തവത്തിൽ ഓൻ പുതിയ യാത്രക്കാരനല്ല. ഓൻ മക്കത്തിന് പോന്ന യാത്ര ഇവിടെ മുറിഞ്ഞിട്ടില്ല. അപ്പൊ സാറേ 4 ദിവസമായില്ലേ? ഇല്ല ആയുസ്സാറെ 4 ദിവസമായിട്ടില്ല. നിങ്ങൾ കണക്കൂട്ടി എവിടെ? തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി. ഓന്റെ കണക്കിൽ 5 ദിവസമായിരിക്കും. തിങ്കളാഴ്ച ജിദ്ദയിൽ എത്തിയിട്ട് പോകുന്നത് വെള്ളിയാഴ്ച ജുമാനസ്കാരം കഴിഞ്ഞിട്ടൊക്കെ നാട്ടിക്ക് പോകുന്നത്. ഇപ്പൊ ഇവിടെ ഓങ്ങനെ കണക്കൂട്ടി തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി 5 ദിവസം. ഇവിടെ യാത്ര മുറിയുന്ന രൂപത്തില് 4 ദിവസമായിട്ടില്ല. എന്റെ കാരണം ചെന്ന പകലും കൂട്ടൂല, പോരുന്ന പകലും കൂട്ടൂല. ചെന്ന പകലേടാ തിങ്കളാഴ്ച പകല്, അത് പോയി. ആ പകൽ ഒഴിവാക്കി. ഇനി അവരിന്ന് പോരുന്ന പകലേടാ വെള്ളിയാഴ്ച പകൽ, ആ പകൽ ഒഴിവാക്കി. ഇനി ബാക്കി 4 ദിവസം ഉണ്ടോ? ഇല്ല. ഇനിയിപ്പൊ 4 ദിവസമില്ല. അപ്പൊ തിങ്കളാഴ്ച പകലിൽ ഒരാള് ഒരു സ്ഥലത്തെത്തിയാൽ ഓന്റെ ദിവസം തുടങ്ങൽ എവിടെ മുതലാണ് കാര്യങ്ങള്? സൂര്യൻ അസ്തമിക്കലോടുകൂടെ. എത്ര ഉപകാരമല്ല മസല. കല്ലും നെല്ലും പതിരും വേർതിരിച്ചുങ്ങൾ മസല മനസ്സിലായി പോകാൻ. ഈ 4 ദിവസം ഇപ്പൊ നമ്മൾ ഈ തിങ്കളാഴ്ച മക്കത്തുനിന്ന് നാട്ടുപോരിയ എന്ന നിലക്ക് പോന്നു. ജിദ്ദയില് തിങ്കളാഴ്ച എത്തി. വെള്ളിയാഴ്ച മൈരിബിക്കാണ്, വെള്ളിയാഴ്ച ജുമാന്റെ ശേഷമാണ് ഫ്ലൈറ്റ്. യാത്രക്കാരനാ. പക്ഷെ അവരൊരു മസല കൂടി വരും. മക്കത്തുനിന്ന് പുറപ്പെടുമ്പോ സാധാരണ ജിദ്ദയ്ക്ക് പോരുമ്പോ വിധവാങ്ങൽ തവാഫ് നിർബന്ധമില്ലാന്ന് പറയും. പക്ഷെ മക്കത്തുനിന്ന് പോരുമ്പോ ഈ നിലയ്ക്ക് ജിദ്ദയിൽ താമസിച്ച് നാട്ടിലേക്ക് പോരാനാണ് ഉദ്ദേശം. അപ്പൊ അവൻ മക്കയിൽ നിന്ന് പോരുമ്പോ ദീർഘയാത്രക്കാരനാണ്. വദായിന്റെ തവാഫ് ചെയ്യലെന്താവും? നിർബന്ധാവും. ഈ കല്ലും നെല്ലും വേർതിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഈ നിർബന്ധമായ തവാഫ് ചെയ്യാതേക്കാരോ മക്കത്തുനിന്ന് പോണിക്കുക. കാരണം ഓനെന്റെ മനസ്സിലാക്കി ഞാൻ ജിദ്ദയിൽ 4 ദിവസം താമസിക്കുന്നുണ്ട്. അപ്പൊ എന്റെ യാത്ര മുറിഞ്ഞു. ഞാൻ ജിദ്ദനാണ് ഈ യാത്ര തുടങ്ങുന്നത്. അപ്പൊ എനിക്ക് വദായിന്റെ തവാഫ് നിർബന്ധമില്ലാന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവും. വാസ്തവത്തിൽ ഓനക്ക് വദായിന്റെ തവാഫ് പോലെ നിർബന്ധമായി കിടക്കുന്നുണ്ട്. 132 കിലോമീറ്റർ കഴിഞ്ഞ ആദിനാഥ് നിർബന്ധാവും. കല്ലും നെല്ലും വേർതിരിച്ച് മസല മനസ്സിലാക്കിയിട്ടില്ലെങ്കിലേ കായ് വെള്ളത്തിലാവുന്നു. ഇരിക്കട്ടെ. അപ്പൊ നോക്കിങ്ങള്, അപ്പൊ യഥാർത്ഥത്തിൽ തിങ്കളാഴ്ച പകലിൽ എത്തിയവനാണെങ്കിൽ അവന്റെ 4 ദിവസത്തിന്റെ തുടക്കം സൂര്യൻ അസ്തമിക്കലോടുകൂടി. അപ്പൊ അവൻ ജിദ്ദയിലെത്തി. തിങ്കളാഴ്ച ജിദ്ദയിലെത്തി. വെള്ളിയാഴ്ച എന്താണ് അവൻ സുഹറിന്റെ ശേഷം പോരുമ്പോ ആയിട്ടില്ല, 4 ദിവസം ആയിട്ടില്ല. അവന്റെ 4 ദിവസം ആവണമെങ്കിൽ എന്നാവണം? വെള്ളിയാഴ്ച സൂര്യൻ അസ്തമിക്കലോടുകൂടെ ഓനക്ക് 4 ദിവസം ആവുമല്ലോ, അല്ലെ? കുതികോലി തിങ്കളാഴ്ച പകല് സൂര്യൻ അസ്തമിച്ചു, ചൊവ്വാഴ്ച സൂര്യൻ അസ്തമിച്ചു, 1 ദിവസം. ചൊവ്വാഴ്ച മുതൽ ബുധനാഴ്ച സൂര്യൻ അസ്തമിക്കലോടുകൂടെ 2 ദിവസമായി. ബുധനാഴ്ച സൂര്യൻ അസ്തമിച്ച് വ്യാഴാഴ്ചയോടുകൂടെ 3 ദിവസമായി. വ്യാഴാഴ്ച സൂര്യൻ അസ്തമിച്ച് വെള്ളിയാഴ്ച സൂര്യൻ അസ്തമിക്കലോടുകൂടെ 4 ദിവസമായി. സ്വഹീഹായി പരിപൂർണമായ 4 ദിവസം അപ്പലാവും. അപ്പൊ യഥാർത്ഥത്തിൽ നമുക്ക് ആ മസ്തലങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവണമെങ്കിൽ തിങ്കളാഴ്ച ജിദ്ദയിലെത്തിയ ഒരു വ്യക്തി സ്വഹീഹായ 4 ദിവസം താമസിച്ചു എന്ന് പറയണമെങ്കിൽ വെള്ളിയാഴ്ച സൂര്യൻ അസ്തമിക്കണം. അപ്പൊ തിങ്കളാഴ്ച പകലിൽ ജിദ്ദയിലെത്തിയ വ്യക്തി വെള്ളിയാഴ്ച രാത്രി ഒരു ഇശാ നിസ്കാരത്തിന് കഴിഞ്ഞിട്ടാണ് ഫ്ലൈറ്റ് കയറുന്നതെങ്കിൽ അവൻ 4 ദിവസം ജിദ്ദയിൽ പരിപൂർണമായും താമസിച്ചതുകൊണ്ട് അവന്റെ യാത്ര മുറിഞ്ഞു. ഇനി അവൻ ജിദ്ദയിൽ നിന്ന് പുറപ്പെടുമ്പോൾ പുതിയ യാത്രക്കാരനാണ്. അല്ലാത്ത കോലത്തിലോ മക്കയിൽ നിന്ന് തന്നെ അവൻ യാത്രക്കാരനാണ്. അപ്പൊ അവനിക്ക് ജിദ്ദയിൽ വെച്ച് ജമ്മും കസറക്കും പറ്റിന് വരും, വേണമെങ്കിൽ ആക്കാം. അതുപോലെ തന്നെ എന്തു ആക്കാം? ഓന് പുറപ്പെടുമ്പോ അതായിന്റെ തവാഫ് നിർബന്ധാവും. ഞങ്ങൾക്ക് വേണമെങ്കിൽ അവരൊരു മസല, അതൊക്കെ നമ്മളെ ഗൾഫേർക്ക്. അപ്പൊ ഞാനിപ്പോ നമ്മളെ വിഷയത്തിൽ ഇടകാലത്തിൽ പറയല്ലോ. ഞാൻ ഈ ഒരു ഉദാഹരണം പറഞ്ഞത് എന്തിനാണ് അറിയങ്ങള്? ഈ ഓരോ വിഷയം നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കി. ഒറ്റവാക്കിന് മസല പറയുമ്പോൾ ഒരുപാട് അബദ്ധങ്ങൾ അതിലും.
അതുകൊണ്ടാണ് സാധുവായ ഞാൻ ഉദാഹരണങ്ങൾ സഹിതം വേർതിരിച്ചു പറയുന്നത്. അത് സാധാരണക്കാർക്ക് ഉപകരിക്കും. കൂട്ടത്തിലൊന്ന് പറയാ, നമ്മൾ ജിദ്ദേന് മദീനയെ പോവുകയാണ്, സിയാറത്തിന് പോവുകയാണ്. അങ്ങനെ നമ്മൾ വ്യാഴാഴ്ച ഉച്ചക്ക് അവിടെ എത്തി, മദീനയിലെത്തി. വ്യാഴാഴ്ച ഉച്ചയായപ്പോ മദീനയിലെത്തി. നമ്മളിപ്പൊ പോരുന്നത് എന്നാണ്? ശനിയാഴ്ച രാവിലെയാണ് പോകുന്നത്. ശനിയാഴ്ച രാവിലെയാണ് മദീനയിൽ പോകുന്നത്. ആ വ്യാഴാഴ്ച ഉച്ച മുതൽ ഓൻ ജിദ്ദേന്ന് പുറപ്പെട്ട് മദീനയിലും എത്തി. വ്യാഴാഴ്ച അവിടെ നിന്നു, വെള്ളിയാഴ്ച അവിടെ നിന്നു, ശനിയാഴ്ച രാവിലെ ഓൻ ജിദ്ദയ്ക്ക് തന്നെ വരിക. ഈ ജിദ്ദയിൽ തിരിച്ചെത്തുന്നത് വരെ അവൻ മുസാഫിറാണ്. അപ്പോ അയാൾ യാത്രയിലൊക്കെ ജിദ്ദയിൽ തിരിച്ചെത്തുന്നത് വരെ ജമ്മും കസ്റത്തും അവനക്ക് ജായിസാണ്. ആ മദീനയിൽ നിൽക്കുന്ന വ്യാഴാഴ്ച ഉച്ച മുതൽ ശനിയാഴ്ച വരെ ആ നിസ്കാരങ്ങളൊക്കെ വേണമെങ്കിൽ ജമ്മും കസ്റത്തും ആക്കാം. അതൊക്കെ എന്റെ ഗൾഫുകാർക്ക് വളരെ ഉപകരിക്കുന്ന മസാലകളാണ്. അപ്പൊ ഞാൻ ഇതൊരു ഉദാഹരണം ഇവരെ കൂട്ടിച്ചേർത്തത്. പല മസാലകളും നമ്മൾ കല്ലും നെല്ലും വേർതിരിച്ച് മനസ്സിലാക്കാത്തത് പലപ്പോഴും നമുക്ക് വിഷമങ്ങൾ നേരിടാം. പലപ്പോഴും നിർബന്ധമായ പല കാര്യങ്ങളും ചെയ്യാത്തൊരവസ്ഥ വരും. അതിൽ പെട്ടതാണ് ഇപ്പൊ ഈ നിത്യാശുദ്ധീനപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത്. ഈ രക്തം, ഇസ്തിഹാലത്തെ രക്തം കാണുമ്പോഴേക്ക് ഒരു സ്ത്രീ എന്ത് വേണം, വെച്ച് കെട്ടി പൂട്ടിയിട്ടാണ് നിസ്കരിക്കേണ്ടത് എന്ന ധാരണ ഒഴിവാക്കേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരോട് ഒന്നുകൂടി ആവർത്തിച്ചു പറയുന്നു. ഞാനിത് ആവർത്തിച്ചു പറയാൻ കാരണം പലവരും പലതും ചോദിക്കും. ചിലർക്ക് മൂത്രം മുറ്റുന്ന വിഷയമാണ്, ചിലർക്ക് മതജലം പുറപ്പെടുന്ന പ്രശ്നമാണ്, ചിലവരുടെ പ്രശ്നം കാറ്റാണ്, ചിലവർക്ക് രക്തമാണ്, ചിലവർക്ക് വായുവാണ്. അപ്പൊ അതൊന്നും കഴിഞ്ഞ് അതിന്റെ വിധി എന്താ നിങ്ങൾ ചോദിക്കുന്നതിന് പകരം നിത്യാശുദ്ധിയുടെ കാരണം പലതുമാണ്. അതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ചിലവർക്ക് മൂത്രം വറ്റുന്ന പ്രശ്നമാവാം, ചിലവർക്ക് കാഷ്ടമാവാം, അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ചിലവർക്ക് മനിയാവാം, ചിലവർക്ക് മതിയാവാം, ചിലവർക്ക് വടിയാവാം, ചിലവർക്ക് രക്തമാവാം, ചിലവർക്ക് വായുവാം. ഏറ്റവും കൂടുതൽ സാധ്യത മൂത്രവും രക്തവും ആറ്റും അല്ലെ. ഇതാണിപ്പോ സർവ്വസാധാരണ ജനങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന വിഷയം. ഈ മൂന്ന് കാരണം. അപ്പൊ അതിനൊപ്പിച്ച് നമുക്ക് ഉദാഹരണം പറയാം. പിന്നെ ഇപ്പൊ മനീയ് സ്ഥിരം പോയി കൊണ്ടിരിക്കുക. അള്ളാഹു കാത്ത് രക്ഷിക്കത്തെ നിയമങ്ങൾ മാറും. പക്ഷെ അവരൊക്കെ വരുമ്പോ നമ്മൾ ശ്രദ്ധിക്കണം. അതേമാതിരി തന്നെ വടിയ് മതിയ് പോലത്തൊക്കെയും അപൂർവമായിട്ടാണ് നിത്യാശുദ്ധിയിലേക്ക് കടന്നു വരുന്നത്. രക്തം, കാറ്റ്, മൂത്രം, ഇത് മൂന്നും പലപ്പോഴും സാധാരണക്കാരിൽ, പ്രത്യേകിച്ച് രക്തം, സഹോദരിമാരിൽ ഇസ്തിഹാലത്തിന്റെ രക്തം കാരണം ഏതാണെന്നല്ല, അത് നിത്യാശുദ്ധിയുടെ അവസ്ഥയിലേക്ക് വരുന്നുണ്ടോ എന്നാണ് ചിന്തിക്കേണ്ടത്. അപ്പൊ ഈ ക്ലാസ് കേട്ടവര് ഒരാൾക്ക് വായുവിന്റെ പ്രശ്നമാണ്. ഞാൻ ഈ പറയുന്ന രൂപത്തിലുള്ള ഒരു നിത്യാശുദ്ധിയുടെ നിയമത്തിലേക്ക് അവൻ വരുന്നുണ്ടോ? ഓ, നീ നിയമങ്ങളൊക്കെ പാലിക്കണം. ഇല്ലേ, നമ്മൾ പറയാൻ പോകുന്ന നിയമങ്ങളും പാലിക്കണം. പക്ഷെ അവരെ ഒരു കാര്യം ശ്രദ്ധിക്കണേ സഹോദരിമാർക്ക്, കൂട്ടത്തിലൊന്ന് പറയാൻ, ഈ മനീയ നിത്യാശുദ്ധിയുടെ കാരണമാകുമ്പോ കുലിയുടെ വിഷയം കൂടി വരും. അവർ ഉണ്ട്, രോഗങ്ങളുള്ളവരുണ്ട്, സ്ഥിരം മനീയ് പോന്നുകൊണ്ടിരിക്കുന്നവര്. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ അവരപ്പം മനീയ് പുറപ്പെടുമ്പോ ചിലപ്പം കുലി നിർബന്ധാകും, കൊലു നിർബന്ധമില്ലാത്ത കോലം വരുമല്ലോ. ഒരാൾ ഇരിപ്പിടം ചന്തിയൊക്കെ ഉറപ്പിച്ചിരുന്ന് ഒരു മുറിയാത്ത രൂപത്തിൽ ഇരുന്ന് ഉറങ്ങുക. ഈ ഉറക്കത്തിൽ ഒരാൾക്ക് സ്വപ്നസ്ഖലനം ഉണ്ടായി, അവന്റെ ഒന്നു മുറിയില്ല, കുലി നിർബന്ധാവും. അപ്പൊ മനീയ് സ്ഖലനം നിത്യാശുദ്ധിയുടെ കാരണമാകുമ്പോൾ അവിടെ കുലിയുടെ ഒരു വിഷയം വരും. അത് അപൂർവമായ ഒരു അവസ്ഥയാണ്. ഇപ്പൊ നമ്മുടെ ക്ലാസ് റൂമിലും ശ്രോതാക്കളുടെ കൂട്ടത്തിലൊന്നും അങ്ങനെ ഇല്ല. ഇനി വല്ല കാരണവശാലും ഈ ക്ലാസ് യൂട്യൂബിൽ നിന്ന് എടുത്ത് ആരെങ്കിലും കേൾക്കുമ്പോ, അല്ലെങ്കിൽ വാട്സാപ്പ് ക്ലിപ്പ് വൈക്ക് ആരെങ്കിലും കേൾക്കുമ്പോ, ആ കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ ഇങ്ങനൊരു അവസ്ഥ ഉണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കാൻ വേണ്ടി ഒന്ന് ഉണർത്തിനു മാത്രം. അതുപോലെ തന്നെ ചില ഇസ്തിഹാലത്തുകാരികളുണ്ട്, എത്രയോ ആളുകൾ അതൊന്നും അപൂർവമല്ലാന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് മുത്തഹയ്യിറത്തായ ഇസ്തിഹാലത്തിലൂടെ അവലിൽ നിന്ന് പുറപ്പെടുന്ന രക്തം ഹൈളാണോ ഇസ്തിഹാലത്താണോ എന്ന് തിരിച്ചറിയാത്ത സാഹചര്യമുള്ള ചില സഹോദരിമാരുണ്ട്.
അവൾക്കാത് സാധാരണ നമ്മളെ മുത്തഹയ്യിറത്ത് പരിഭ്രമിച്ചവൾ, ഈ കാണുന്ന രക്തം ഹൈളാണെന്നും തീരുമാനിക്കാൻ വയ്യ, ഇസ്തിഹാലത്താണെന്നും തീരുമാനിക്കാൻ വയ്യ. അവൾക്കും അങ്ങനത്തെ ഇസ്തിഹാലത്തുകാരിയാണെങ്കിൽ, മുത്തഹയ്യിറത്തായ ഇസ്തിഹാലത്തുകാരിയാണെങ്കിൽ അവൾക്ക് ഓരോ വക്തിനും കുലി നിർബന്ധമാവും. കാരണം ഈ പുറപ്പെടുന്ന രക്തം ഹൈളാവാനും സാധ്യതയുണ്ട്, ഇസ്തിഹാലത്താവാനും സാധ്യതയുണ്ട്. അപ്പൊ ഹൈളാവാനുള്ള സാധ്യത വെച്ച് മുത്തഹയ്യിറത്തായ ഇസ്തിഹാലത്തുകാരി, രക്തം ബ്ലീഡിംഗ് ഉള്ള സഹോദരി, അവർ ഓരോ വക്തിനും കുലി നിർബന്ധമാവുന്ന മസലയുണ്ട്. അതിന്റെ അത്യാവശ്യം വിശദീകരണം നമ്മളെ പഴയ മുന്നത്തെ ക്ലാസ്സിൽ വിശദീകരിച്ചതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. മുത്തഹയ്യിറത്തായ ഇസ്തിഹാലത്തുകാരി 5 കാര്യത്തില് ഹൈലുകാരിയായ പെണ്ണിന്റെ വിധിയും 6 കാര്യത്തില് ശുദ്ധിയുള്ള പെണ്ണിന്റെ വിധിയുമാണെന്നുള്ള ഒരു വിശദീകരണം മുമ്പ് നമ്മൾ നടത്തിയിട്ടുണ്ട്. ശ്രോതാക്കളുടെ കൂട്ടത്തിലോ മറ്റേതെങ്കിലും നിലക്ക് കേൾക്കുന്നവരുടെ കൂട്ടത്തിലോ അങ്ങനെ ഒരു വിഷയമുണ്ടെങ്കിൽ ആ വിഷയം വളരെ വ്യക്തമായി പഠിക്കേണ്ടതാണെന്ന് മാത്രം ഉണർത്തി, അതൊരു ഇപ്പോഴുള്ള ശ്രോതാക്കളുടെ കൂട്ടത്തിൽ ആവശ്യമില്ല എന്ന നിലക്ക് ഞാൻ ആ ഒരു വിശദീകരണത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. വല്ല കാരണവശാലും ആവശ്യക്കാരുണ്ടെങ്കിൽ അന്വേഷിച്ച് ചോദിച്ചു പഠിക്കേണ്ടതാണെന്ന് മാത്രം ഉണർത്തുന്നു. അപ്പോ ആകത്തുക നിത്യാശുദ്ധിയുടെ നിയമം ഒരാൾക്ക് ബാധകമാവാൻ എന്തു വേണം? ചുരുങ്ങിയ നിലക്ക് അഥവാ ഫറളുകൾ മാത്രം നിർവഹിച്ച് വുളൂഅ്, നിസ്കാരം എന്നിവക്ക് ആ നിസ്കാരത്തിന്റെ സമയം കഴിയുന്നതിന് മുമ്പ് സമയം ലഭിക്കാതിരിക്കണം. അപ്പോഴേ ആ വ്യക്തി നിത്യാശുദ്ധിയുടെ നിയമം പാലിക്കാൻ പറ്റുകയുള്ളൂ. അല്ലാതെ നിസ്കാരത്തിന്റെ സമയം ഇടയ്ക്കൊരു മൂത്രമൊറ്റലും രക്തം പോക്കും അതല്ലെങ്കിൽ വായുപോക്കൊക്കെയും കാരണം നിത്യാശുദ്ധിയുടെ നിയമം പാലിച്ച് അല്ല നിസ്കരിക്കേണ്ടത്. ഒന്നുകൂടി വ്യക്തമായി പറയുന്നു, ഫറളുകൾ മാത്രം നിർവഹിച്ച് വുളൂഅ് ചെയ്യാനും നിസ്കരിക്കാനുമുള്ള സമയം ആ നിസ്കാരത്തിന്റെ സമയം കഴിയുന്നതിന് മുമ്പ് ലഭിക്കില്ല, കിട്ടുകയില്ല, സാധിക്കുകയില്ല എന്ന് വരുന്നവരാണ് നിത്യാശുദ്ധിയുടെ ഹുക്കുമിൽ വരിക. ഞാൻ എന്റെ സഹോദരിമാർക്ക് അത് പറയാൻ വേണ്ടിയിട്ട് ഒരു ഉദാഹരണം പറയാം. ഒരൊറ്റ ഉദാഹരണം സഹോദരിമാർക്ക് വളരെ ഉപകാരം ചെയ്യും. ഇന്നലെ 1-2 ആളുകൾ അറിയിച്ചു, സാറേ പലപ്പോഴും ഒരു ഇസ്തിഹാലത്ത് കാരണം ഈ പഞ്ഞി നിറയ്ക്കുക, വെച്ച് കെട്ടുക പോലോത്തതൊക്കെ ഇടങ്ങളായി നിശ്ചയിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിൽ പിന്നെ ആ പ്രശ്നമൊന്നും വരുന്നില്ലല്ലോ എന്നും പറയുന്നവരുണ്ട്. ഞാനൊരു ഉദാഹരണ സഹിതം പറയാം. സഹോദരിമാർക്ക് വേണ്ടിയിട്ടാണ്. വളരെ പാവപ്പെട്ട സഹോദരിമാർ, ഈ ക്ലാസ് കേൾക്കുന്ന സഹോദരിമാർ, അവർ നിങ്ങളുടെ അമ്മായിമാർ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അഞ്ചത്തി അല്ലെങ്കിൽ നിങ്ങളുടെ പ്രായമായി വരുന്ന നിങ്ങളുടെ പെൺകുട്ടികൾക്ക് ഉണ്ടാവുമ്പോ ഇതൊരു ഉസ്താദിനോട് ചോദിച്ചു പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് വിഷമമാകും. ഇത് നിങ്ങൾക്ക് സുഖമായി ഇരുന്ന് കേട്ട് മനസ്സിലാക്കാം എന്ന നിലക്ക് ഞാനൊരു ഉദാഹരണ സഹിതം ഈ നിത്യാശുദ്ധിയുടെ നിയമം ഒരാൾക്ക് ബാധിക്കുന്നത് എപ്പോഴാണ് എന്ന് വ്യക്തമാവാൻ ഞാനൊരു ഉദാഹരണ സഹിതം പറയും. ഒരു സ്ത്രീക്ക് 1-ാം തീയതി 2-ാം തീയതി 3-ാം തീയതി രക്തം കണ്ടു. തീയതി അടിസ്ഥാനത്തിൽ പറയുന്നത് കാര്യം എളുപ്പം മനസ്സിലാക്കാനാണ്. ഈ തീയതി വെച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഇതേ തീയതി കൈക്കോന്നില്ല, മാറി വരുന്ന തീയതി ഇതിനൊപ്പിച്ച് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ 1-ാം തീയതി 2-ാം തീയതി 3-ാം തീയതി ഒരു പെണ്ണിന് രക്തം കണ്ടു. പിന്നെ ആ 3-ാം തീയതി കഴിഞ്ഞ് ആ രക്തം സ്റ്റോപ്പായി. പിന്നെ 12 ദിവസം തീരെ രക്തം കാണുന്നില്ല. അപ്പൊ ദിവസം എത്ര തീയതി ആയിട്ടുണ്ടാവും? 15-ാം തീയതി ആയിട്ടുണ്ടാവും. 1-ാം തീയതി 2-ാം തീയതി 3-ാം തീയതി രക്തം കണ്ടു. പിന്നെ 12 ദിവസം തീരെ രക്തം കണ്ടില്ല. അപ്പൊ ആകെ എത്രയായി? രക്തം കണ്ട ദിവസവും രക്തം കാണാത്ത ദിവസവും കൂട്ടിയാൽ 15 ദിവസമായി. അപ്പൊ 16-ാം തീയതി മുതൽ വീണ്ടും രക്തം കാണാൻ തുടങ്ങി. നല്ല ശ്രദ്ധിക്കുക. ഈ 16-ാം തീയതി കാണുന്ന രക്തം എന്താണ്? ഇസ്തിഹാലത്താണ്. എല്ലാവർക്കും അറിയല്ലോ.
എല്ലാവർക്കും അറിയല്ലോ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പത്തെ ഹൈറ് സംബന്ധമായ ക്ലാസ് കേട്ട എല്ലാ സഹോദരിമാർക്കും അറിയാം. ഈ 16-ാം തീയതി കണ്ട ഈ സ്ത്രീക്ക് ഈ 16-ാം തീയതി കണ്ട രക്തം ഇസ്തിഹാലത്താണ്. കാരണം എന്താ? ഒരിക്കൽ 3 ദിവസം ആദ്യഘട്ടം ഈ 1-ാം തീയതി 2-ാം തീയതി 3-ാം തീയതി ദിവസങ്ങൾ രക്തം കണ്ടു. പിന്നെ 15 ദിവസം പൂർത്തിയാവുന്നതിന് മുമ്പാണ് വീണ്ടും രക്തം കണ്ടത്. അപ്പൊ അതുകൊണ്ട് ആകെ കണ്ട രക്തവും രക്തം കാണാത്ത ദിവസവും കൂട്ടിയാൽ 15 ദിവസമായി. പിന്നീട് കാണുന്ന രക്തം ഈ 2 രക്തത്തിന്റെയും ഇടയിൽ 15 ദിവസത്തെ ക്യാപ്പ് അക്കല്ലുത്തുഹർ ഏറ്റവും കുറഞ്ഞ ശുദ്ധിയുടെ കാലം സമയം ഇല്ലാത്തത് കൊണ്ട് 16-ാം തീയതി കണ്ട രക്തം ഇസ്തിഹാലത്താണ്. അല്ലെ? അപ്പൊ ഈ 16-ാം തീയതി ഈ പെണ്ണ് നിസ്കരിക്കണം. അങ്ങനത്തെ ഞാൻ ഈ ഉദാഹരണം കൊണ്ടുവരുന്നത്. അപ്പൊ 16 ഈ ഉദാഹരണത്തിൽ ശബ്ദം കേൾക്കണില്ല. കത്ത് വരുന്ന സഹോദരിമാര് കത്തില്ലാതെ റെക്കോർഡ് ചെയ്തവര് കേൾക്കാൻ ശ്രദ്ധിക്കണേ. നെറ്റാണ്. പലപ്പോഴും നെറ്റ് കത്തായി 5 or 6 മിനിറ്റൊക്കെ കേൾക്കാത്ത അവസ്ഥ ഏതെങ്കിലും സഹോദരിമാർക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കേൾക്കാത്ത 5 മിനിറ്റ് ആയിരിക്കും പ്രധാനപ്പെട്ട ഷർത്ത് പറഞ്ഞിരിക്കുക. ഇത് ഭയങ്കര വേജാറാണ് ഈ ഓൺലൈൻ ക്ലാസ് എന്നുള്ളത്. കേൾക്കുന്ന സഹോദരിമാര് ഒരക്കുപോലെ എന്തെങ്കിലും വർത്താനം പറയാൻ പോകും, അല്ലെങ്കിൽ അവരുടെ നെറ്റ് പെട്ടെന്ന് അത് കത്താവും. പ്രധാനപ്പെട്ട ഒരു ഷർത്ത് ഞാൻ 5 മിനിറ്റ് പറഞ്ഞിട്ടുണ്ടാവും, അതൊക്കെ ഒരു കേട്ടിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മുടെ മക്കളൊക്കെ ആകെ മാറിപ്പോകും. ക്ലാസ് കേൾക്കുന്ന സഹോദരിമാരോട് പറയാണ്, ഇടയിൽ നിങ്ങൾക്ക് കത്ത് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ കത്തില്ലാതെ റെക്കോർഡ് ചെയ്തവരുടെ ക്ലാസ് കേൾക്കാൻ നിങ്ങൾ തയ്യാറാവണം എന്ന് ഇടയിൽ ഞാൻ ഉണർത്തുകയാണ്. അപ്പൊ ഈ മസാല പ്രകാരം 16-ാം തീയതി ഈ പെണ്ണ് ഇസ്തിഹാലത്തുകാരിയാണ്. അപ്പൊ ആ പെണ്ണിന് നിസ്കാരം നിർബന്ധാണ്. എല്ലാ കാര്യങ്ങളും ആ പെണ്ണ് ചെയ്യണം, നിർബന്ധാണ്. ഇസ്തിഹാലത്തുകാരിയാണ് വെച്ചിട്ട് നിസ്കാരം ഒഴിവാക്കാൻ പറ്റൂലല്ലോ. അപ്പൊ 16-ാം തീയതി നേരം വെളുത്ത് ഈ ഉദാഹരണത്തിൽ 16-ാം തീയതി നേരം വെളുത്ത ഈ സഹോദരി രക്തം കാണാൻ തുടങ്ങി. ഒരിക്കലും ഇത് ഹൈള് അല്ല, ഇസ്തിഹാലത്ത്. ഇസ്തിഹാലത്ത് എന്തിന്റെ കാരണമാണ്? ഒരു നിത്യാശുദ്ധിയുടെ കാരണമാണ് ഇസ്തിഹാലത്ത്. പക്ഷെ ഈ പെണ്ണിന് 16-ാം തീയതി നേരം വെളുത്ത് 1 മണിക്കൂർ രക്തം കാണുന്നു, പിന്നെ 1 മണിക്കൂർ കാണുന്നില്ല, പിന്നെ 1/2 മണിക്കൂർ കാണുന്നു, പിന്നെ കാണുന്നില്ല. അങ്ങനെ ഇടക്കും തലക്കും കണ്ടുകൊണ്ടിരിക്കാൻ അങ്ങനെ വന്നു. അങ്ങനെ കണ്ടും കാണാതെയും ഇങ്ങനെ വരുന്നതില് 12:15 ഞാനൊരു ഉദാഹരണമാണ് പറഞ്ഞത്. 12:15 ഏകദേശം ളുഹറിന്റെ സമയം 12:15 ആയപ്പോ രക്തം പുറപ്പെടാൻ തുടങ്ങി. അതിന്റെ മുമ്പൊക്കെ ഇങ്ങനെ അതൊക്കെ കാണുന്ന ഈ 16-ാം തീയതി മുതൽ കാണുന്ന രക്തം ഇസ്തിഹാലത്താണെന്ന് എല്ലാവരും ഉറപ്പിച്ചല്ലോ. ആ കാണുന്ന ഇസ്തിഹാലത്ത് രക്തം ഇടയ്ക്ക് ഇങ്ങനെ 1 മണിക്കൂർ കാണും, പിന്നെ കുറച്ച് നിൽക്കുന്നു, പിന്നെയും കാണുന്നു, പിന്നെയും നിൽക്കുന്നു. ഇങ്ങനെ കണ്ടും നിന്നും പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഒരു 12:15 12:20 എല്ലാം മനസ്സിലാക്കുക. രക്തം കാണാൻ തുടങ്ങി. 12:20 12:20 വീണ്ടും രക്തം കാണാൻ തുടങ്ങി. 12:30 ബാങ്ക് കൊടുക്കുക. ഏത് ബാങ്ക്? ളുഹർ ബാങ്ക് കൊടുക്കുക. 12:30 നിസ്കാരത്തിന്റെ സമയമായിട്ട് ഈ പെണ്ണ് എന്ത് ചെയ്യാൻ പറ്റൂലാന്നപ്പ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്. ഇസ്തിഹാലത്താണ്, രക്തം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പെണ്ണ് പെട്ടെന്ന് പഞ്ഞ് ബാങ്ക് വെച്ചിട്ട് ഒലുണ്ടാക്കുന്നതിന്റെ മുമ്പ് ഗുഹ്യസ്ഥാനം കഴുകി നിറക്കേണ്ട രൂപത്തിൽ നിറച്ച് കെട്ടേണ്ട രൂപത്തിൽ കെട്ടിയിട്ട് അവലൊക്കെ നിസ്കരിക്കാൻ പറ്റുമോ? നിസ്കരിച്ചാൽ നിൽക്കാനൊരു വാത്തിലാവും, അത് കുഴപ്പമൊന്നുമില്ല. കാരണം ഇപ്പൊ ഈ 16-ാം തീയതി രാവിലെ മുതൽ ഈ പെണ്ണിന്റെ അവസ്ഥ എന്താണ്? സ്ഥിരമായി പോന്നുകൊണ്ടിരിക്കല്ല, ഇടക്കും തലക്കും നിൽക്കുന്നുണ്ട്. അപ്പൊ 12:15 തുടങ്ങി. ഇപ്പൊ നേരത്തെ 10 മണിക്ക് തുടങ്ങിയത് 11 മണിക്ക് നിന്നതാണ്. ഇപ്പൊ തുടങ്ങുന്നുള്ളൂ. അപ്പൊ 12:15 തുടങ്ങിയ രക്തം അത് ചിലപ്പോഴും 1:15 1:30 ആവുമ്പോഴേക്കാണ് നിന്നേക്കാം. ആ നിൽക്കുന്നത് പ്രതീക്ഷിച്ച് അവിടെ കാത്തിരിക്കണം. എല്ലാരും കെട്ടിപ്പൂറ്റി നിസ്കരിക്കുകയല്ല വേണ്ട. ഇത്
ഇത് പലവർക്കും പറ്റുന്നൊരു അബദ്ധം എന്ന നിലക്കാണ് ഞാൻ പറയുന്നത്. ഇത്ര മെനക്കെട്ട് ഉദാഹരണ സഹിതം ഞാൻ പറഞ്ഞത്. ഈ അവസ്ഥ കണ്ട നമുക്ക് ഉറപ്പല്ലേ? ഈ 12:15 കണ്ട രക്തം ചിലപ്പോൾ 1:15, 1:30 നിൽക്കും. ളുഹറിന്റെ സമയം കഴിയണമെങ്കിൽ 3:35 ആവണം, അല്ലെങ്കിൽ 3:40 ആവണം, അല്ലെങ്കിൽ 3:45 ആവണം. അതിന്റെ ഇടയിൽ ഈ രക്തം നിൽക്കുമെന്നുള്ള നല്ല ഉറച്ചൊരു വിശ്വാസം ഇതുവരെയുള്ള അവസ്ഥ കണക്കാക്കുമ്പോൾ ഈ പെണ്ണിനുണ്ട്. അപ്പൊ ആ പെണ്ണ് ബാങ്ക് കൊടുത്തേക്ക് നമ്മളൊരു നിത്യാശുദ്ധിക്ക് പറയുന്ന നിയമങ്ങളുണ്ടല്ലോ, ആ നിയമം പാലിച്ച് നിസ്കരിക്കല്ല പെണ്ണ് വേണ്ടത്. ആ പെണ്ണ് എന്തുവാണ് കാത്തിരിക്കാം. ഇതൊരു മണിക്കൂർ കഴിഞ്ഞാൽ നിൽക്കും. അപ്പൊ ആ ഒരു മണിക്കൂർ കഴിഞ്ഞു ഒരു കരക്ക് 10 മിനിറ്റ്, ഒരു ഉദാഹരണം ഒരു 10, നമ്മളിപ്പോ ചുരുങ്ങിയ രൂപത്തിൽ ഒന്നുണ്ടാക്കി നിസ്കരിക്കാനിപ്പോ 10 മിനിറ്റ് ഒന്നും വേണ്ടല്ലോ. നമുക്ക് ഒന്നും കൂടി കാര്യം വ്യക്തമാവാൻ ഞാൻ പറയുന്നത്, ഒരു 10 മിനിറ്റ് രക്തം പോവാത്തൊരവസ്ഥ കിട്ടി. ഒരു 5 മണിയായപ്പം ചെയ്തു രക്തമൊക്കെ വെടിക്കന്ന് നിന്നു. ഇപ്പൊ തുല്യ രക്തം കാണാനില്ല. ആ രക്തം വന്ന രക്തം നെഗസായി അവിടെ കിടക്കുന്നുണ്ട്. അതാണ് കഴുകി വൃത്തിയാക്കുക. സാധാരണ രൂപത്തിൽ നമ്മൾ നിസ്കരിക്കുമ്പോൾ നിസ്കരിക്കുക. പക്ഷെ അതിനിപ്പോ വായു, ഇതാണ് ഇപ്പൊ നിത്യാശുദ്ധിയുടെ കാരണം. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി വായു ആവാം, മൂത്രമാവാം, രക്തമാവാം, മദീയാവാം, വദീയാവാം, മനീയാവാം, എന്തോ ആവാം. ഇതിന്റെ കാരണം എന്തോ ഇവിടെ നിസ്കാരത്തിന്റെ സമയത്തിൽ അശുദ്ധിയില്ലാതെ നിസ്കരിക്കാൻ മാത്രം സമയം കിട്ടുമെന്നൊരു ഉറപ്പ് അല്ലെങ്കിൽ പതിവ് ഈ പെണ്ണിന്, ഈ വ്യക്തിക്ക് അറിയാമെങ്കിൽ നിസ്കാരത്തിന്റെ സമയമായേക്ക് സംഗതി ചെയ്യുകയല്ല വേണ്ടത്, ആ സമയം കാത്തിരിക്കുകയാണ് വേണ്ടത്. ഈ പല സഹോദരിമാരെന്താ ചെയ്യുന്നത്? അവർക്ക് ഇസ്തിഹാലത്തിന്റെ രക്തം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അതിങ്ങനെ കണ്ടിന്യൂ തുടർച്ചയായി ഒരു മിനിറ്റും ഒഴിവില്ലാതെ പോയിക്കൊണ്ടിരിക്കല്ല. ഇടക്കും തലക്കൊക്കെ ഒരു 5-10 മിനിറ്റും. എന്റെ ഈ ക്ലാസ് കേൾക്കുന്ന എല്ലാ സഹോദരിമാരോടും ഞാൻ ചോദിക്കാൻ, ഉറപ്പല്ലേ നിങ്ങളുടെ അവസ്ഥ അങ്ങനെയല്ല? ആരും വിസ്തരിക്കരുത്, സഹോദരിമാർ ആരും വിസ്തരിക്കരുത്. എന്താന്ന് ചോദിച്ചാൽ പിന്നെ ആ ഐഡിയയിലും സഹോദരിയാണ് ചിലപ്പോൾ ആരെങ്കിലും അറിയും. അത് വേണ്ട, സഹോദരിമാർ കേട്ടാം. സഹോദരിമാരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇസ്തിഹാലത്ത് രോഗം ഉണ്ടാവുമ്പോ ഒരു മിനിറ്റ് അല്ലെ, ഒരു മിനിറ്റ് ഒഴിവില്ലാതെ പോകല്ലോ. കുറച്ച് രക്തം കാണും. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഉദാഹരണത്തിൽ ഒരു 16-ാം തീയതി ഒരു പെണ്ണിന് രക്തം കാണുകയാണ്, ഒരു പെണ്ണിന് രക്തം കാണുകയാണ്. ആ പെണ്ണിങ്ങനെ ഇപ്പൊ ഈ 24 മണിക്കൂറും ഒരു മിനിറ്റും ഒഴിവില്ലാതെ പോകല്ല. ഒരു മണിക്കൂർ ഉണ്ടാവും, പിന്നെ കുറച്ചേരം നിൽക്കും, പിന്നെയും കുറച്ച് കാണും. ഇപ്പൊ രാവിലെ 2 മണിക്കൂർ കണ്ടിട്ട് പിന്നെ വൈകുന്നേരത്തെ കാലം കാണും. ഇങ്ങനൊക്കെ ഇഷ്ടംപോലെ അനുഭവങ്ങൾ ഞാൻ പറയുന്നു. ഒരു സഹോദരിക്ക് അറിയാം, നല്ല ശ്രദ്ധിച്ചോളി. മഗ്‌രിബ് നിസ്കരിച്ചിങ്ങാണ്ട് ഇസ്തിഹാലത്തിലൊക്കെ കണ്ടു തുടങ്ങി. ഉദാഹരണം പറയാം, ആ പെണ്ണിനെ അറിയാത്തത് രാത്രി 3 മണിയാവുമ്പോ കരച്ചു നിൽക്കുന്ന ഉറപ്പാ. കാരണം ആ പെണ്ണിന്റെ അവസ്ഥ അങ്ങനെയാണ്, ആ പെണ്ണിന്റെ പതിവ് അങ്ങനെയാണ്. എന്നാ അപ്പൊ ഇനിയിപ്പോ ഉറങ്ങാൻ പോവല്ലേ, യശാക്കേച്ചിട്ട് ഉറങ്ങല്ല വേണ്ടത്, അവിടെ ഇരിക്കുക, അലാരം വെക്കുക. 3 മണിക്ക് നിൽക്കുന്നുള്ള പ്രതീക്ഷ ഉണ്ടെങ്കിൽ സുബഹി എത്ര മണിക്കാണ് നിങ്ങള്? 5 മണിക്കാ, അല്ലെങ്കിൽ 5:05 അല്ലെങ്കിൽ 4:55. ഈ രക്തം നിന്നതിനു ശേഷം നിസ്കാരത്തിന്റെ സമയത്തിൽ നിന്ന് ചുരുങ്ങിയ രൂപത്തിൽ നിസ്കരിക്കാനുള്ള സമയം കിട്ടുന്നു കണ്ടു. അപ്പൊ എന്നത് കാത്തിരിക്കണം. അല്ലാതെ ഉറങ്ങാൻ പോവാന് യശാക്കരിക്കണം പറഞ്ഞാണ്ട് ആകെക്കൂടെ നിറച്ച് കെട്ടി പൂച്ചിട്ട് നിസ്കരിക്കല്ല വേണ്ടത്. മനസ്സിലായില്ലേ? സഹോദരിമാർക്ക് നല്ലോണം തിരിഞ്ഞിട്ടുണ്ടാവും ഞാൻ മനസ്സിലാക്കും. അല്ല ഷഹീറെ, ആണുങ്ങളോട് ഞാൻ ചോദിക്കാം, ഡ്രസ്സൊന്നും അടിക്കേണ്ട ഏതെങ്കിലും ഫാമിലികൾ ഐഡിയകളിൽ ഉണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരന്മാരോടാ ഞാൻ പറയും, നിങ്ങളുടെ ഒരു ഭാര്യക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാൽ നിങ്ങൾക്കിത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു അവസ്ഥ നിങ്ങൾക്ക് എത്തിയവർക്ക് ഒരു റിസൾട്ടാണ്. അങ്ങനെ പണിക്കാരാണ് ഈ ഒരവസ്ഥ. ഇതാണ് ഒരു നിത്യാശുദ്ധിയുടെ നിയമം ഒരാളെ ബാധിക്കുന്നത്. രക്തം കാണലോ, വായു പോവലോ, മൂത്രം മറ്റൊന്നും അല്ല. അതൊരു നിത്യാശുദ്ധി എന്ന അവസ്ഥയിലേക്ക് ഒരാളെത്താൻ ആ നിസ്കാരത്തിന്റെ സമയത്തിൽ ചുരുങ്ങിയ നിലക്ക് ചെയ്ത് നിസ്കരിക്കാനുള്ള സമയം ലഭിക്കാതിരിക്കണം. അല്ലാതെ ബാങ്ക് വെക്കണ നേരത്തെ ഇങ്ങനെ കാറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ മൂത്രം ഒഴിച്ചു, ബാങ്ക് വെക്കണ നേരത്ത് മൂത്രം ഒഴിച്ചു, ഒരു മണിക്കൂർ ഇങ്ങനെ ഇപ്പൊ മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കും.
അല്ലെങ്കിൽ രക്തം പോയിക്കൊണ്ടിരിക്കും, പൊതിപോക്ക് അസ്ത്രീക്കെന്ന് പോലത്തെ ചില രോഗമുള്ള സ്ത്രീകളുണ്ട്. ചിലവർക്ക് മൂത്രം ഒഴിക്കുന്നത് വരെ ഒരു പ്രശ്നം ഉണ്ടാവും. സഹോദരിമാർ നല്ല ചിന്തിക്കണം, അവിടെ എല്ലാം ചിന്തിക്കണം. ചിലപ്പോ അത് മൂത്രം ഒഴിച്ചാൽ കുറെ സമയം അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ചില സഹോദരിമാരുണ്ട്. അത് കുറച്ച് കഴിഞ്ഞാൽ നിൽക്കും ചെയ്യും. മൂത്രം ഒഴിക്കുമ്പോൾ ഒഴിക്കാൻ പ്രശ്നമുണ്ട്. മൂത്രം ഒഴിച്ചാൽ മണിക്കൂർ കഴിഞ്ഞാൽ വിഷയം നിൽക്കും. അപ്പൊ നമ്മൾ വാങ്ങൊഴിക്കാൻ നേരത്ത് മൂത്രം ഒഴിച്ച് ഈ പ്രശ്നം ഉണ്ടായി. അത് അരമണിക്കൂർ കഴിഞ്ഞാൽ നിൽക്കുന്ന ഈ പെണ്ണിന് അറിയാം. അതാ നിൽക്കുന്നത് വരെ കാത്തിരിക്കാൻ വേണ്ടത്. അല്ലാതെ ഒരിക്കലും ഈ കെട്ടിപ്പൂറ്റുള്ള നിസ്കാരമല്ല ചെയ്യണം. ഇഞ്ഞിട്ട് തീരാത്തവർക്ക് കൈപ്പോത്തേക്ക് നേരിട്ട് വരിക. ഇഞ്ഞത് തിരിഞ്ഞിട്ടില്ല എന്നൊരാൾ പറയാണെങ്കിൽ അതൊക്കെ അൽഹംദുലില്ലാ. ഇഞ്ഞത് തിരിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു ചിപ്സും മിച്ചറൊക്കെ വാങ്ങിയിട്ട് കൈപ്പത്തേക്ക് വരിക. നമുക്ക് കട്ടൻ ചായയും കുറിച്ചുങ്ങാണ്ടിരുന്ന് പറയാം. ഞാൻ അടുത്ത മസ നിങ്ങളെ ഉറക്കം ബൈക്കോത്തിട്ട് പറഞ്ഞ ചിപ്സ് വാങ്ങി വരാൻ വേണ്ടി പറഞ്ഞതല്ലേ, തെറ്റിയെടുക്കും. ഈ മസല ഇപ്പൊ ഞാൻ ഇതുവരെ പറഞ്ഞതിൽ ശ്രദ്ധിക്കേണ്ട ഒരു 5 കാര്യം ഞാൻ പറയാം. എല്ലാ സഹോദരിമാരും ശ്രദ്ധിച്ചോളി. ഇപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞതിൽ നിന്ന് ശ്രദ്ധിക്കേണ്ട ഒരു 5 മസല ഞാൻ പറയാം. 1, നിത്യാശുദ്ധിയുടെ നിയമങ്ങളൊക്കെ പാലിച്ച് ഒരാൾ ഒളൂ ചെയ്തു. അല്ല, അപ്പൊ നമ്മൾ ഈ പറഞ്ഞ രൂപത്തിൽ ഒരാള് നിത്യാശുദ്ധിക്കാരൻ. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ രൂപത്തിൽ അപ്പൊ ഇനി സമയം കിട്ടൂല. അത് ഒരു മിനിറ്റ് ഒഴിവില്ലാതെ പോയിക്കൊണ്ടിരിക്കാൻ, രക്തമോ മൂത്രമോ വായുവോ എന്തോ ആവത്തോ അതിങ്ങനെ ഒരു മിനിറ്റ് ഒഴിവില്ലാതെ പോയിക്കൊണ്ടിരിക്കുക. പെണ്ണിന്റെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ അവസ്ഥ അങ്ങനെ. അപ്പൊ നമ്മൾ എന്തുവാണ്, അങ്ങനെ ആവുമ്പോ പിന്നെ കാത്തിരിക്കണ്ട. സമയായേക്ക് നിത്യാശുദ്ധിയുടെ നിയമം പാലിച്ച് ഒളൂ ചെയ്ത് നിസ്കരിക്കാം എന്ന് പറഞ്ഞു. ആ നിലയ്ക്ക് ഈ പെണ്ണ് എന്ത് ചെയ്തു, അല്ലെങ്കിൽ ഈ വ്യക്തി എന്ത് ചെയ്തു, ഒളൂക്കെ ചെയ്തു. ഒളൂക്കെ ചെയ്ത് നിസ്കരിക്കുന്നതിന്റെ മുമ്പ് ഈ പ്രശ്നം അവസാനിച്ചു. നല്ല ശ്രദ്ധിക്കണം സഹോദരിമാർക്ക്. അതായത് ഇപ്പൊ നമുക്ക് ഇസ്തിഹാലത്ത് നടക്കും. അതായിരിക്കും ഈ മസല പെട്ടെന്ന് തിരിയാൻ ഉപകരിക്കുക. കാരണം മറ്റുള്ളവരൊക്കെ അപൂർവമുള്ളൊരു രോഗമാണ്. ഇസ്തിഹാലത്തിന്റെ വ്യാപകമായ ഒരു രോഗമാണ്. അപ്പൊ ഒരു പെണ്ണിന് ഇസ്തിഹാലത്ത് ഉദാഹരണം പറയാം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണം 16-ാം തീയതി രക്തം കാണുന്ന ഒരു പെണ്ണ്. അപ്പൊ ആ പെണ്ണ് എന്ത് ചെയ്തു, 16-ാം തീയതി നേരം വെച്ചിട്ട് ഇപ്പൊ രക്തം കണ്ടല്ലോ നമ്മൾ ആ കണ്ട ഉദാഹരണത്തിൽ. അപ്പൊ ആ പെണ്ണ് ഇസ്തിഹാലത്തുകാരിയാണ്. ആ രക്തം ഒരു മിനിറ്റ് ഒഴിവില്ലാതെ പോവുക. അങ്ങനെ ളുഹറിന്റെ സമയമായി. ഇതിപ്പം കാരണം ഇപ്പൊ ഇതുവരെ കണ്ട സമയത്തിലൊന്നും ഒരു ക്യാപ്പ് കാണാനില്ല. ഒരു മിനിറ്റ് ഒഴിവില്ലാതെ രക്തം പോയിക്കൊണ്ടിരിക്കാൻ ആ പെണ്ണ് ഒളൂ ചെയ്തു. ഉദാഹരണം പറയാം, ഒളൂക്കെ ചെയ്ത് നിത്യാശുദ്ധി നമ്മൾ 3-ാം ഭാഗത്തിൽ പറയൂ. ഒരു നിത്യാശുദ്ധിക്കാരൻ അല്ലെങ്കിൽ നിത്യാശുദ്ധിക്കാരത്തി ഒളൂയിൽ ചെയ്യേണ്ട ഷർത്തുകളും അതിന്റെ നിയ്യത്തും 3-ാം ഭാഗത്തിൽ വരും. അള്ളാഹു പറയാനും കേൾക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാവും. അപ്പോ ഇങ്ങനെ ഈ 16-ാം തീയതി രക്തം കാണുന്ന ഈ വ്യക്തി എന്ത്, ഈ സഹോദരി എന്ത്, നിങ്ങൾ സഹോദരി എന്ന് പറയുമ്പോ ഇനി മാറരുത്. അതിന് മൂത്രം വെക്കുന്ന ആണാണെങ്കിലും വായു പോകുന്നവരാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഇപ്പൊ സാധാരണയായിട്ടുള്ള ഉദാഹരണത്തിലൂടെ ഞാൻ മസല പറയുന്നു എന്ന് മാത്രം. അങ്ങനെ പിന്നെ ളുഹർ നിസ്കരിച്ചു. പിന്നെ ളുഹർ നിസ്കാരം കഴിഞ്ഞു ഒരു മിനിറ്റ് ഒഴിവില്ലാതെ പോകാൻ. അപ്പൊ ആ പെണ്ണ് നിത്യാശുദ്ധി നിയമം പാലിച്ചു നിസ്കരിച്ചു. അപ്പൊ പിന്നെ അസറിന്റെ സമയമായി. അസറ് വാങ്ങൂ. ഓരോ നിസ്കാരത്തിനും വെവ്വേറെ ഒളുവാണ്. അതൊക്കെ നമ്മൾ ശേഷം പറയും. അസറിന്റെ സമയമായപ്പോ ഈ പെണ്ണ് എന്ത് മനസ്സിലാക്കി, അത് നിൽക്കൂല. ഇപ്പൊ ഞാൻ കണ്ടില്ലേ, ഒരു മിനിറ്റ് ഒഴിവില്ലാതെ പോയിക്കൊണ്ടിരിക്കും. അസറ് വാങ്ങുമ്പോഴത്തേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച് കെട്ടി നിറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ നിസ്കരിക്കാൻ നിൽക്കുന്നതിന്റെ മുമ്പ് ആ രക്തം അങ്ങോട്ട് നിന്നു. ആ രക്തം സ്റ്റോപ്പായി നോക്കുക. ഈ ഉണ്ടാക്കിയ ഒലു ബാത്തില. മനസ്സിലാക്കണം. ഞാൻ ഏതായാലും രക്തം നിന്നു ഒലൊക്കെ ഉണ്ടാക്കിയതല്ലേ വെച്ചിട്ട് നിൽക്കാതെ കഴിക്കാൻ പറ്റൂല. അതപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മൾ ഒരു നിത്യാശുദ്ധിക്കാരത്തി അല്ലെങ്കിൽ നിത്യാശുദ്ധിക്കാരൻ എന്ന നിലക്ക് അതിന്റെ എല്ലാ നിയമങ്ങളും പാലിച്ചു ഒളൂ ചെയ്തു. പക്ഷേ നിസ്കരിക്കാൻ നിൽക്കുന്നതിന്റെ മുന്നേ ആ നിത്യാശുദ്ധിയുടെ കാരണം എന്താണോ ആ കാരണം അങ്ങോട്ട് സ്റ്റോപ്പായി. അതോടുകൂടെ ഈ ഒളു ബാത്തിലായി.
ഇനി എന്ത് വേണം? ഇതൊക്കെ ഒഴിവാക്കി സാധാരണ ഒലുണ്ടാക്കും പോലെ ഒലുണ്ടാക്കിയിട്ട് നിസ്കരിക്കണം. എപ്പോ ഒലുണ്ടാക്കുമ്പോ നിത്യാശുദ്ധിയുടെ കാരണം എന്താണോ ആ കാരണം എന്ത്? അപ്പൊ ആ നിയമങ്ങളൊക്കെ പാലിച്ച് ഒലുണ്ടാക്കിയതാണ്. ഒലുണ്ടാക്കി കഴിഞ്ഞപ്പോൾ ആ കാരണം അവിടെ സ്റ്റോപ്പായി. മൂത്രമൊറ്റലാണെങ്കിൽ അതവിടെ സ്റ്റോപ്പായി. വായുവിന്റെ വിഷയമാണെങ്കിൽ അത് സ്റ്റോപ്പായി. രക്തം വരുന്ന വിഷയമാണെങ്കിൽ അത് സ്റ്റോപ്പായി. ഇപ്പൊ ആ കാരണമില്ല, നിസ്കരിച്ചിട്ടില്ല. ആ ഒലു ബാത്തിലാണ്. ഇനി ആ സ്ത്രീ നിസ്കരിക്കണമെങ്കിൽ അല്ലെങ്കിൽ ആ വ്യക്തി നിസ്കരിക്കണമെങ്കിൽ വേറെ ഒലു ഒന്ന്. ഇനി രണ്ടാമത്, ഇതെല്ലാം പാലിച്ച് ഒരു അല്പസമയം ചുരുങ്ങിയ രൂപത്തിലെങ്കിലും പറലും ഒലുവും നിസ്കാരം നിർവഹിക്കാൻ സമയം കിട്ടൂലെന്ന് വിചാരിച്ച് നിത്യാശുദ്ധിയുടെ നിയമം പാലിച്ച് ഒലു ചെയ്തു നിസ്കാരം തുടങ്ങി. നല്ല ശ്രദ്ധിക്കണേ. ഇതൊക്കെ നമ്മൾ ഇതില് മനസ്സിലാക്കേണ്ട എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അന്ന് ചെയ്യേണ്ട രൂപം പറയാൻ എളുപ്പമുണ്ടാവിച്ചിട്ട. അങ്ങനെ നമ്മൾ മരം മുറിക്കുമ്പോ അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കണം. വലിയ കൊമ്പും ചുല്ലുള്ള മരം മുറിക്കാണ്. ആദ്യം തന്നെ അതി പോയിട്ട് വത്തലല്ല, അത് വെച്ച് ഒഴിവാക്കാൻ ഭയങ്കര ഇറങ്ങലക്കാണ്. അപ്പൊ നമ്മൾ വലിയ മരം മുറിക്കുമ്പോ എന്താ വേണ്ടത്? ആദ്യം അതിന്റെ കൊമ്പും ചുല്ലക്കും മുറിച്ച് ഒഴിവാക്കണം. അല്ലേ ശരിയെ? അതിനിങ്ങനെ കുറെ കൊമ്പ് ചുല്ലൊക്കെ ഉണ്ടാവാക്കും മുറിച്ച് ഒഴിവാക്കിയിട്ട് നമ്മൾ പിന്നെ ഒരൊറ്റ അടിയിൽ ഒറ്റ വാല് വെക്കല് ഉടനെ കരച്ചതന്ന് വീഴും. അപ്പൊ അതാ ഞാൻ ഇതിന്റെ ഇടയിൽ സാധാരണക്കാര് മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ട് ഇനി ലാസ്റ്റ് എങ്ങനെയാണ് നിത്യാശുദ്ധിക്കാരെത്തി അല്ലെങ്കിൽ നിത്യാശുദ്ധിക്കാരൻ ഒളു ചെയ്യേണ്ടത്, നിയ്യത്ത് വെക്കേണ്ടത് എന്നത് പറയാച്ചിട്ടാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ നമ്മൾ നിസ്കാരത്തിൽ വെച്ച് അതാ കാരണമില്ലാതെ സമയം കിട്ടൂല എന്ന നിലക്ക് നിത്യാശുദ്ധിയുടെ നിയമങ്ങളൊക്കെ പാലിച്ച് ഒളു ചെയ്ത് നിസ്കരിക്കാൻ തുടങ്ങി. നിസ്കാരത്തിൽ സലാം വീട്ടിയിട്ടില്ല. ആ കാരണം സ്റ്റോപ്പായി, ഒറ്റക്കായി. ഇപ്പൊ ആ രക്തം വരുന്നില്ല, അല്ലെങ്കിൽ ഇപ്പൊ വായു വരുന്നത് കാണാനില്ല, ഉറപ്പായി. അതോടുകൂടാ നിസ്കാരം അവിടെ ബാക്കിയായി. ഇനി ആദ്യം ഒന്നുണ്ടാക്കി നിസ്കരിക്കണം. പക്ഷെ അതെപ്പോ ഈ നിന്നിട്ട് ചുരുങ്ങിയ രൂപത്തിൽ നിസ്കരിക്കാനുള്ള ഒളു ചെയ്യാനും നിസ്കരിക്കാൻ മാത്രമുള്ള സമയം കിട്ടിയാലേ ഈ നിസ്കാരം ബാത്തിലാവുമല്ലോ. അതല്ല, ഒരു മിനിറ്റ് നിന്ന് പിന്നെ അത് വീണ്ടും അതേ അവസ്ഥയിൽ തന്നെ ഉള്ളത്. എന്നാ പിന്നെ ആ നിസ്കാരത്തെ നിസ്കരിച്ച് പൂർത്തിയാക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി വേറൊരു മൂന്നാമത്തെ രൂപം, നിസ്കാരക്കും കഴിഞ്ഞ് ഈ ബന്ധങ്ങനെ സാധാരണ നുഹർക്കൊന്നും രക്തം ഒരു മിനിറ്റ് ഗ്യാപ്പ് കിട്ടിയില്ല, അസർക്കൊരു മിനിറ്റ് ഗ്യാപ്പ് കിട്ടിയില്ല, മഗ്‌രിബിക്കും കിട്ടിയില്ല. ഇനിയിപ്പോ യശാ ബാങ്ക് എത്തും. ഇനിയിപ്പോ ഏതേലും ഒരു നിസ്കരിക്കാമ ചുരുങ്ങിയ രൂപത്തിൽ ഒളു ചെയ്യാനും നിസ്കരിക്കാനും സമയം കിട്ടൂലെന്ന് വിചാരിച്ചിട്ട് ഈ സ്ത്രീ അല്ലെങ്കിൽ ഈ വ്യക്തി എന്ത് ചെയ്തു? നിസ്കരിച്ചു. നിത്യാശുദ്ധിയുടെ നിയമങ്ങളൊക്കെ പാലിച്ച് നിസ്കരിച്ചിങ്ങനെ ഇരിക്കുമ്പോ അത് സ്റ്റോപ്പായി. യശാബാങ്കത്തൊരു ക്യാപ്പ് കിട്ടൂല എന്ന് മനസ്സിലാക്കിയാൽ അവലൊക്കെ തന്നെ നിസ്കരിക്കാൻ വേണ്ടത് നമ്മൾ പറഞ്ഞല്ലോ. ആ നിയമം വെച്ച് നിത്യാശുദ്ധ നിയമക്കും പാലിച്ച് ഒരാൾ നിസ്കരിച്ചു. ആ നിസ്കാരത്തിന്റെ സമയം കഴിയുന്നതിന് മുമ്പ് ചുരുങ്ങിയ രൂപത്തിൽ ഒളു ചെയ്ത് ചുരുങ്ങിയ രൂപത്തിൽ നിസ്കരിക്കാനുള്ള സമയം നോക്കുക. നിസ്കാരക്കും കഴിഞ്ഞിരിക്കുന്നത് അതൊരു യാദൃശ്ചികം കിട്ടിയതാണ് കുറച്ച് സമയം. എന്നാൽ ഈ നിസ്കാരം മടക്കി നിസ്കരിക്കണം. സഹോദരിമാര് നല്ലോണം ശ്രദ്ധിക്കണം, നല്ലോണം ശ്രദ്ധിക്കേണ്ട മസലയാണ്. അപ്പോ നമ്മളൊരു നിത്യാശുദ്ധിയുടെ നിയമങ്ങളൊക്കെ പാലിച്ച് ആ നിലയ്ക്ക് നമ്മൾ അവലൊക്കെ നിസ്കരിച്ചു. ഇടയിൽ അങ്ങനെ കേപ്പ് കിട്ടാത്തൊരു പതിവാണുള്ളത്, അല്ലെങ്കിൽ കേപ്പ് കിട്ടുമെന്ന ഉറപ്പില്ലാത്തൊരു പതിവാണുള്ളത്. ആ പതിവും ആ ഉറപ്പൊക്കെയും വെച്ച് അവലൊക്കെ നമ്മൾ നിത്യാശുദ്ധിയുടെ നിയമം പാലിച്ച് നിസ്കരിച്ചതാണ്. എങ്കിൽ അങ്ങനെ ആ നിസ്കാരം കഴിഞ്ഞിട്ട് ശരിയായ രൂപത്തിൽ ഒളു ചെയ്ത് നിസ്കരിക്കാനുള്ള ഒരു സമയം ആ സമയത്തിൽ തിരിച്ചു കിട്ടിയെന്ന് വെക്കുക. എന്നാൽ ഈ നിസ്കരിച്ച നിസ്കാരം മടക്കി നിസ്കരിക്കണം. എന്റെ കാരണം ശരിയായ രൂപത്തിൽ നിസ്കരിക്കാനുള്ള സമയം കിട്ടി. ഇനി അതാണ് നിസ്കാരത്തിന്റെ ഇടയിൽ രക്തം വന്നാലോ നിസ്കരിക്കുമ്പോ യാതൊരു കുഴപ്പമില്ല. അതപ്പോ നമ്മൾ ഷഹീദ് ചോദിച്ചത് അത് ചോദ്യമാണ്. നിസ്കരിക്കാൻ നിൽക്കുമ്പോ യാതൊരു കുഴപ്പമില്ല. നമ്മൾ സാധാരണ നിസ്കരിക്കുമ്പോഴാണ് നിസ്കരിച്ചതാ. ഇടയിൽ രക്തം നിസ്കാരത്തിന്റെ ഇടയിൽ രക്തം വന്നാൽ ഒന്നും മുങ്ങി
നമ്മള് നിസ്കരിക്കാൻ നിൽക്കുമ്പോ സാധാരണ ഇപ്പൊ നമ്മൾ ഒളു ചെയ്തിട്ട് നമ്മൾ നിസ്കരിക്കാൻ നിന്നതാ. നിസ്കാരത്തിന്റെ ഇടയിൽ കാറ്റ് വന്ന് നിൽക്കുക, നിസ്കാരവാദിയായി ഓന് ഞാൻ രക്തം നിൽക്കാത്തൊരവസ്ഥയിലാണെങ്കിൽ ഈ നിയമം പാലിച്ച് നിസ്കരിക്കണം. അല്ല കുറച്ച് കഴിഞ്ഞപ്പം നിന്നെങ്കിലോ സാധാരണ നിസ്കരിക്കും പോലെ നിസ്കരിക്കുകയും വേണം. അതുകൊണ്ട് ഈ കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ നമ്മള് നിത്യാശുദ്ധിയുടെ നിയമം പാലിക്കുന്നത് അവലൊത്തിൽ രക്തം കാണലോ മൂത്രം മറ്റലോ വായു പോകലോ ഒന്നും അല്ല. ആ നിസ്കാരത്തിന്റെ സമയത്തിലായി ചുരുങ്ങിയ രൂപത്തിൽ നിസ്കരിക്കാനും ചുരുങ്ങിയ രൂപത്തിൽ ഒളു ചെയ്യാനുമുള്ള സമയം ലഭിക്കാതിരിക്കുമ്പോഴേ നിത്യാശുദ്ധിയുടെ നിയമം ബാധകമാവുകയുള്ളൂ. അതിന്റെ ഇടയിൽ അങ്ങനെ ചുരുങ്ങിയ രൂപത്തിൽ ഒളു ചെയ്ത് നിസ്കരിക്കാനുള്ള സമയം കിട്ടുമെന്ന് ഉറപ്പോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പതിവ് അങ്ങനെയാണെങ്കിൽ ആ സമയം കാത്തിരിക്കണം. അവർ അവലൊക്കെ പോകുമോ ജമാഅത്ത് നഷ്ടപ്പെടുമോ എന്നൊന്നും ശ്രദ്ധിക്കരുത് എന്ന് പ്രത്യേകമായി ഒരു ഇനി എന്റെ സഹോദരിമാരോട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം പറയാം. പലപ്പോഴും നമ്മുടെ വിവരമില്ലായ്മ കാരണം ഇതിലൊക്കെ അശ്രദ്ധത സംഭവിക്കാം. നമ്മൾ ഒളു ചെയ്യേണ്ട രൂപത്തിലൊക്കെ ഒളു ചെയ്തു, സമയമായതിനു ശേഷം ഒളു കഴുകി കെട്ടേണ്ട നിറയ്ക്കേണ്ട രൂപത്തിൽ നിറച്ച് കെട്ടേണ്ട രൂപത്തിൽ കെട്ടി പിന്നെ നമ്മൾ അവരുടെ സംസാരത്തിനൊന്നും നിൽക്കരുത്. പിന്നെ ഇപ്പൊ നമ്മളിങ്ങോട്ട് സംഭവിക്കാം, നമ്മളത് പറഞ്ഞില്ലെങ്കിൽ സംഭവിക്കാം. നമ്മൾ ഈ ഒരു ഇങ്ങനെ നിത്യശുദ്ധിയുടെ നിയമം പാലിച്ച് ഒളു ചെയ്യേണ്ട ഒരു സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ ആരാവട്ടെ ചെയ്ത് നമ്മളിങ്ങോട്ട് അപ്പൊ അത് ഒന്ന് രണ്ട് സ്ത്രീകൾ ഇന്നലെ ചോദിച്ചൊരു ചോദ്യം അതിനാ മറുപടി ഇപ്പൊ അത് പറയാം. അപ്പൊ ഉസ്താദെ ഇങ്ങനെ ഒളു ചെയ്യുന്നവര് നിസ്കരിക്കുന്നതിന്റെ മുമ്പ് നിസ്കാര കുപ്പായം ധരിക്കണമെന്ന് അത് വേണ്ട. കാരണം നമ്മൾ ഈ ഒളു ചെയ്തിട്ട് നിസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയത്തിന് സമയം പിടിപ്പിക്കാം. അപ്പൊ നിസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണല്ലോ ഔറത്ത് മറക്കുക. അപ്പൊ ഇനി ആദ്യം എന്ത് വേണ്ട കുപ്പായത്തിട്ട് ഒന്നും ഉണ്ടാക്കാൻ പോവുക അങ്ങനെ നിർബന്ധമൊന്നും. പക്ഷെ ഈ ഒളു കഴിഞ്ഞിട്ട് അതൊരു ക്ലാസ്സിൽ പറഞ്ഞു വിശദമായി. നിസ്കാരം കഴിഞ്ഞിട്ട് എന്ത് ചെയ്താൽ മതി, അല്ല ഒളു ചെയ്തിട്ട് നമ്മൾ നിസ്കാര കുപ്പായ കിട്ടാൻ മതി. അല്ലാതെ കാരണം നിസ്കാരവുമായി ബന്ധപ്പെട്ട സംസാരം വരും. സംസാരം എന്ന് പറഞ്ഞാല് നിസ്കാരവുമായി ബന്ധപ്പെടാത്ത ഒരു വിഷയം വരും. അപ്പൊ നമുക്ക് സ്വാഭാവികമായും വരും നമ്മൾ ഒന്നും തക്കിട്ട് വരികയാണ്. അപ്പത്തെ മൊബൈൽ ഇങ്ങനെ ലിങ്ക് ചെയ്യുന്നു, മൊബൈല് ലിങ്ക് ചെയ്യുന്നു, അറ്റൻഡ് ചെയ്തു. അപ്പൊ നോക്കുമ്പോ അപ്പൊ ഭർത്താവിനേറ്റ് ഒരു പറയാൻ സംസാരിച്ചു, കുറേയൊന്നും വേണ്ട, കുറച്ചു സമയം ഉണ്ടാക്കി സംസാരിച്ച് ഇനി ഫോൺ കട്ടാക്കി. അവസ്ഥയുടെ ക്ലാസ് കേട്ടിട്ടില്ലേ? അധികം വർത്താനം പറയാൻ ഉണ്ടാക്കിയ ഒരു കൊള്ളായിക്ക് ഈ ഉണ്ടാക്കിയ ഒരു കൊള്ളായി ആദിക്കണ ഈ നാടന്മാരുടെ ഭാഷ പറഞ്ഞ അയച്ചാൻ കുഴിച്ചാൻ പണിയിരിക്കണം. എപ്പം തിരിയാ പോക്കല ആ ഒരു നാടൻ ശൈലി പറഞ്ഞ ഈ ഒന്നുണ്ടാക്കിയിട്ട് ഈ സംസാരിക്കാൻ നിന്നാൽ ഈ അയച്ചാൻ കുഴിച്ചാൻ പണിയെടുക്കണം. അങ്ങനെയാണ് ഞങ്ങളെ കൈപ്പത്ത് പറയും. ആദിക്കന്ന് വീണ്ടും ചെയ്യണം എന്നതിന് പറയുന്നൊരു വാക്കാണ്. ചിലവർക്ക് ഇത് ഇഷ്ടപ്പെടുന്നില്ല. ഈ നാടൻ മലയാളം ഇഷ്ടപ്പെടാത്ത കണ്ണും മുറക്കും കാണിക്കണ്ട കാര്യമില്ലല്ലോ. ഈ പണിയൊക്കെ നമ്മൾ ആദിക്കന്ന് ഉണ്ടാക്കേണ്ടില്ല. അത് വലിയ നിങ്ങൾ അപ്പോ എന്താ സാധാരണ സഹോദരി മതി ജുമൻസ്കാരത്തില് നിത്യശുദ്ധിക്കാരൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഹത്തീബാവുമ്പോ ആദ്യം തന്നെ ജമാഅത്തിന് ഒരു പോയിരിക്കുക. അപ്പൊ ഇത് സഹോദരിമാര് ഈ വർത്താനം സ്വാഭാവികമായി സംഭവിക്കും. അയമായിക്കുന്ന തിന്നാൻ നിൽക്കുക, കുതിക്കാൻ നിൽക്കുക ഒന്നും പാടില്ല. നിസ്കാരത്തിന് മുമ്പുള്ള 2 റക്അത്ത് ഇപ്പൊ നമ്മള് ഇങ്ങനെ ഒരു നിത്യാശുദ്ധി ഉള്ള ഒരു വ്യക്തി ഒളു ചെയ്തു. അപ്പൊ ളുഹറിന്റെ മുന്നേ 4 റക്അത്ത് അല്ലെങ്കിൽ അസറിന്റെ മുന്നേ ഉള്ളത് അല്ലെങ്കിൽ ഓരോ നിസ്കാരത്തിന് മുന്നേയുള്ള സുന്നത്ത് നിസ്കാരം ഇതൊക്കെ നിസ്കരിക്കാം. അല്ലാതെ സുന്നത്ത് നിസ്കാരം നിസ്കരിക്കാതെ നിസ്കരിക്കണം അങ്ങനെയല്ല. നിസ്കാരവുമായി അപ്പൊ ജുമായിൽ വരും. കർത്താവിനോട് പറയുന്ന ജുമാ അതിലേക്ക് കടന്നു വരും. അതിന്റെ വിശദീകരണത്തിൽ അത് വരും. ഞാൻ സ്ത്രീകളെ ഇടയിൽ വെച്ച് അഥവാ ഞാൻ പറയാൻ മറന്നാലും എന്റെ പാവപ്പെട്ട സഹോദരിമാർക്ക് അപൂർവമായി സംഭവിക്കാവുന്ന ഒരവസ്ഥ. ചിലപ്പോൾ നമ്മൾ ഒന്നുണ്ടാക്കി മൊബൈലിൽ ലിങ്ക് ചെയ്യും, നമ്മളൊന്ന് അറ്റൻഡ് ചെയ്യും. ആരെങ്കിലും വിളിച്ചതായിരിക്കും കല്യാണം പറയാൻ അല്ലെങ്കിൽ വേറെന്തെങ്കിലും വിവരം പറയാൻ. തൽക്കാലം ആ മൊബൈൽ അവർ അറ്റൻഡ് ചെയ്യാതിരിക്കും.
അതിനതിന് ആദ്യമായി തന്നെ നമ്മൾ തിന്നാൻ നിൽക്കുക, പിക്കാൻ നിൽക്കുക. പല സഹോദരിമാർക്കും സംഭവിക്കുന്നതാ, എന്തെങ്കിലും സാധനങ്ങൾ അടുപ്പത്ത് വെച്ചിട്ട് ഓലുണ്ടാക്കാൻ നിൽക്കും. അങ്ങനെ ഈ പെണ്ണുങ്ങൾക്കൊരു സ്വഭാവം. നമ്മളെ ക്ലാസ് അങ്ങനെയല്ലോ, അബദ്ധങ്ങൾ വരാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഈ അടുപ്പത്ത് സാധനം വെച്ചിട്ട് ഓലുണ്ടാക്കാൻ എന്താ, ആ ഓലുണ്ടാക്കുന്ന സമയം കൊണ്ട് അതത് തളച്ചു കിട്ടും. ആ ഒരു സമയം ലാഭിക്കാൻ, വല്ലാത്ത എന്തോ ഒരു സമയം ലാഭിക്കൽ അബദ്ധങ്ങൾക്ക്. അപ്പൊ ഇവരെന്ത് ചെയ്യും, ഇവര് അടുപ്പത്തെന്തെങ്കിലും വെച്ചിട്ടേക്കാതെ മാതിരി ആൾക്കാർ ഒലുണ്ടാക്കാൻ നിൽക്കുക. അങ്ങനെ ഒലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്ക് ഈ സംഗതി ചൂടായി. അപ്പൊ പിന്നെ അത് മാങ്ങിയൊക്കാൻ നിൽക്കുക, അല്ലെങ്കിൽ അതൊന്ന് ഉപ്പുണ്ടോ നോക്കാൻ നിൽക്കുക, മധുരം ഉണ്ടോ നോക്കാൻ നിൽക്കുക. കളിയൊന്നും ഇവിടെ പറ്റൂല. അപ്പൊ അതുകൊണ്ട് ഇത് വലിയ ഈ ഒരു വിഷയം ഉള്ളവർ ഇത്തരം കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ് ഇനി ഇതിന്റെ ഷർത്തുകൾ ഞാൻ പറയും. ആ ഷർത്തുകളിൽ ആ ജുമുഅ നിസ്കാരത്തിലാണെങ്കിലോ എന്നുള്ള ചോദ്യം ഈ ഷർത്തിലേക്ക് നമ്മൾ ഇനി ഷർത്ത് വിശദീകരിക്കാൻ പോവുകയാണ്. അതായത് ഇസ്തിഹാലത്തുകാരികൾ അഥവാ നിത്യാശുദ്ധിക്കാരൻ അല്ലെങ്കിൽ നിത്യാശുദ്ധിക്കാരത്തി വളൂ ചെയ്യുമ്പോൾ സാധാരണ വളൂഇൽ അല്ലാത്ത ചില ഷർത്തുകൾ പാലിക്കാനുണ്ട്. ഏകദേശം എന്റെ ക്ലാസ് കേൾക്കുന്ന ഏതെങ്കിലും ഉസ്താദുമാരുണ്ടെങ്കിൽ ഫത്ഹുൽ അല്ലാം എന്ന് പറയുന്ന ഫിഖിന്റെ കിതാബിൽ, എല്ലാ ഫിഖിന്റെ കിതാബിലുണ്ട്, ഫത്ഹുൽ അല്ലാം പോലത്തെ ഫിഖിന്റെ കിതാബില് ശുറൂത്തു ദാഇമിൽ ഹദസി, നിത്യാശുദ്ധിക്കാരൻ ആരാണ് മക്കളത് നമ്മൾ വളരെ വ്യക്തമായി കല്ലും നെല്ലും വേർതിരിച്ച് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. നിത്യാശുദ്ധിക്കാരന്റെ ഷർത്തുകൾ വഅലം അന്നഹു യുസ്തറത്തു ഫീ വുളൂഇ ദാഇമിൽ ഹദസി കസലിസി വമുസ്തഹാലത്തി സിയാദത്തുൻ അലാ മാ തുഖിറ. സാധാരണ വളൂഇനില്ലാത്ത ചില ഷർത്തുകൾ, അധികമായ ഷർത്തുകൾ ഷർത്താക്കപ്പെടും. ഒന്ന് ദുഖൂലുൽ വഖ്തി, സമയം പ്രവേശിക്കുക. ഇന്ന് പറഞ്ഞിട്ട് വിശദീകരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഞാൻ 1 മണിക്കൂറാണ് ക്ലാസ്സിന് സമയം കണക്കാക്കിയിട്ടുള്ളത്. ഇനി ഞാൻ ആ ഷർത്തുകളാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരടക്കം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. ഞാൻ ആ ഷർത്തുകളിലേക്ക് കടന്നാൽ 1/2 മണിക്കൂർ 3/4 മണിക്കൂർ പിടിക്കും. അത് ഇമാതിരി ക്ലാസ് കൂടുതൽ സമയം കേൾക്കാൻ അവർക്കതൊരു മാനസികമായ പ്രയാസം വരും. ഈ ക്ലാസ് വെടിക്ക് കേട്ട് മനസ്സിലാക്കലാണ് എന്റെ ലക്ഷ്യം. അപ്പൊ അതുകൊണ്ട് ഞാൻ നിത്യാശുദ്ധി എപ്പോഴാണ് അതിന്റെ നിയമം പാലിക്കുക, ആ നിത്യാശുദ്ധിക്കാർക്ക് ഒലുണ്ടാക്കുമ്പോ ഒലുണ്ടാക്കി കഴിഞ്ഞിട്ട് വർത്താനം, അല്ലെങ്കിൽ ഒലുണ്ടാക്കി കഴിഞ്ഞിട്ട് ആ കാരണം നിൽക്കുക, നിസ്കാരത്തിന്റെ ഇടയിൽ നിൽക്കുക, നിസ്കാരം കഴിഞ്ഞിട്ട് കാരണം ഇല്ലാതെയാവുക, ആ സമയത്തുള്ള വിധികളൊക്കെയാണ് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് നമുക്കൊരു 3-ാം ഭാഗത്തോട് കൂടി ക്ലാസ് അവസാനിക്കും. അപ്പൊ ഇനി 3-ാം ഭാഗത്തിൽ നിത്യാശുദ്ധിക്കാരനായ ഒരു വ്യക്തി അല്ലെങ്കിൽ നിത്യാശുദ്ധിക്കാരത്തി നിയ്യത്ത് ഏതാണ് വെക്കേണ്ടത്, 8 കോലത്തിൽ നിയ്യത്ത് വെക്കാവുന്നു. ഇനി 8 കോലത്തിൽ നിയ്യത്ത് വെക്കാം. അതിൽ 5 രൂപ നിത്യാശുദ്ധിയുള്ളവർക്ക് പറ്റുള്ളൂ, 3 കോലം പറ്റൂല. അപ്പൊ ആരെങ്കിലും നമ്മുടെ ചെറുപ്പകാലം മുതൽ പതിവാക്കിയ ചില നിയ്യത്തുകൾ ഉണ്ടാവും. നമ്മൾ ചെറുപ്പം മുതൽ നമ്മളെ ഈ മദ്രസത്തെ ഉസ്താദുമാരോ അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ നമുക്ക് പഠിപ്പിക്കുന്ന ഒരു നിയ്യത്തുണ്ടാവും. പലപ്പോഴും നമ്മൾ വെക്കുന്ന ഒരു നിയ്യത്താണ് നിസ്കാരത്തിന് വേണ്ടി ശുദ്ധിയാവൽ കരുതി, അല്ലെ? നിയ്യത്ത് വെക്കലുണ്ട്, നിസ്കാരത്തിന് വേണ്ടി ശുദ്ധിയാവല്ലേ ഞാൻ കരുതി നിയ്യത്ത് നമ്മൾ വെക്കാറുണ്ട്. പക്ഷെ നിസ്കാരത്തിന് വേണ്ടി ശുദ്ധിയാവല്ലേ ഞാൻ കരുതി ഇത് നമ്മൾ ഈ കൂട്ടക്കാർക്ക് നിയ്യത്ത് വെച്ചൂല. അല്ലെങ്കിൽ നമ്മൾ അശുദ്ധിയെ ഉയർത്തലിനെ കരുതി നമ്മൾ നിയ്യത്ത് വെക്കും. പക്ഷെ ആ നിയ്യത്ത് ആർക്ക് വെച്ചൂല, ഇക്കൂട്ടക്കാർക്ക് വെച്ചൂല. അപ്പൊ നമ്മൾ ചെറുപ്പത്തിൽ നിയ്യത്ത് പതിവാക്കി വന്നിട്ടുണ്ടോ, പക്ഷെ ആ നിയ്യത്ത് ചിലപ്പം ഇത്തരം രോഗമുള്ളവർക്ക് പറ്റിക്കോളണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് വളരെ മുമ്പെന്നോ നമ്മുടെ ക്ലാസ് റൂമിൽ ഒരു ഇസ്തിഹാലത്തുമായി ബന്ധപ്പെട്ടൊരു വിഷയം പറഞ്ഞപ്പോ, മസല പറഞ്ഞപ്പോ ഒരു സഹോദരൻ എനിക്ക് പറഞ്ഞു, എന്റെ ഭാര്യ നിൽക്കാരൻ കൊള്ളായിന്നാണ്. കാരണം ഇസ്തിഹാലത്തുകാരിയായി നിസ്കരിക്കും. ചെറുപ്പം മുതലേ അശുദ്ധിയെ ഉയർത്തലിനെ കരുതിനോ നിയ്യത്ത് വെച്ച് പതിവാക്കിയിട്ടുണ്ട്. ആ പതിവ് അങ്ങനെ ഇങ്ങനെ നിയ്യത്ത് വെക്കാൻ പറ്റൂലാന്ന് ചിലപ്പോ നമ്മൾ ഇത്തരം ക്ലാസ്സുകൾ കേൾക്കാത്തതിന്റെ പേരിൽ സംഭവിക്കുന്ന അബദ്ധങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നിത്യാശുദ്ധി ദായിമുൽ ഹദസ്, നിത്യാശുദ്ധിയുള്ള വ്യക്തിയുടെ നിയ്യത്തിന്റെ രൂപവും അവരുടെ ഷർത്തും
പിന്നെ എന്തും എങ്ങനെയാണ് ഈ വെച്ച് കെട്ടേണ്ടത് അത് വളരെ വ്യക്തമായി പഠിക്കേണ്ട. പുരുഷന്മാർക്ക് ഇപ്പൊ മൂത്രമൊറ്റ അല്ലേ, ഇങ്ങനെ പുരുഷന്മാർക്ക് മൂത്രം ഒറ്റലാണെങ്കിൽ ഒന്ന് ആലോചിച്ചൊക്കെ എങ്ങനെ ഇപ്പൊ ഈ വെച്ച് കെട്ടൽ പഠിക്കണ്ടേ? അതവരെ നമ്മൾ കുറ്റിക്കുപ്പായിട്ടിട്ട് കാര്യമില്ല. ഇവിടെ 1-2 ആൾക്കാർ ചോദിച്ചതാ, സവാമ കുറ്റിക്കുപ്പായിട്ടാൽ മതി. കുറ്റിക്കുപ്പായിട്ടാൽ മൂത്രം പുറത്തേക്കാ വരുന്നത്. അപ്പൊ നജസ് വഹിച്ചിട്ടാണ് ഈ നിസ്കാരം സംഭവിക്കുന്നത്, പറ്റൂല. അപ്പൊ അതെങ്ങനെയാണ് ഒരു പുരുഷൻ ഇത്തരം അവസ്ഥയിൽ ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ടത് പഠിക്കന്നെ വേണം. നമ്മൾ ഈ ലജ്ജ വിചാരിച്ചാലൊന്നും നമ്മുടെ രോഗത്തിനനുസരിച്ച് ഇബാദത്ത് ചെയ്യാൻ നമുക്ക് സാധിക്കൂല. അല്ലാഹു തആല അത്തരം രോഗങ്ങളെ തൊട്ട് അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. പക്ഷേ ദുആ നമ്മൾ ചെയ്യുന്നു ഒരുപാട് ആളുകൾക്കുള്ള ഒരു വിഷയം തന്നെയാണ് ഇത്. ആ നിലക്ക് പല സാധാരണക്കാരും ഇങ്ങനെ വിളിക്കുമ്പോ എനിക്ക് തോന്നിയാണ് ഇവരിപ്പോഴും ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കിയിട്ടില്ലെന്ന. പിന്നെ അതിനെപ്പറ്റി ഒരു 3 ക്ലാസ് ആണ് കൊടുത്താല് അത് ആർക്കെങ്കിലും റെക്കോർഡാണ്ട് കേട്ടാല് ഈ ഫോൺ വിളിക്കുവായ സമാധാനം കിട്ടും എന്ന നിലക്കാണ് ഈ ക്ലാസ് വീണ്ടും തുടങ്ങാൻ കാരണം. അല്ലാഹു തആല നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് നൽകുമാറാവട്ടെ എന്ന് പറഞ്ഞ് എന്റെ സഹോദരിമാരുടെ ഒരുപാട് ഇഷ്കാലുകൾ അവിടെ വരുന്നുണ്ട്, അവർക്ക് തീരും. കാരണം ഇപ്പൊ നമ്മളിങ്ങനെ നിസ്കരിച്ചാൽ നിന്നു, നടക്കേണ്ട രൂപത്തിൽ നിറച്ചു, കെട്ടേണ്ട രൂപത്തിൽ കെട്ടി, എല്ലാം ചെയ്തിട്ടും പിന്നെ ഈ രക്തം ഈ വരുന്നൊരു പ്രശ്നമുണ്ട്. ഇതൊക്കെ ചെയ്തിട്ട് ഉസ്താദെ പിന്നീട് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ ഞങ്ങൾ ചെയ്യുക? ബേജാറാവേണ്ട മക്കളെ, എന്തിനാ ബേജാറാവുന്നത്? ഷാഫി മദ്ഹബിൽ കിതാബുള്ള കാലത്തോളം നമ്മളൊരു ബേജാറും. പക്ഷെ നമ്മൾ ഇമാമീങ്ങളെ ഒരു മോശമായ വർത്താനം ഇതൊക്കെ ഭയങ്കര ഇടങ്ങളാണ്. ഇവിടെ ഇടങ്ങളില്ല. നമ്മൾ പഠിക്കാത്തതിന്റെ പേരിൽ നമുക്ക് ഇടങ്ങൾ തോന്നുന്നു, അല്ലാതെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു വിഷയത്തിൽ ഒരു ഇടങ്ങളുമില്ല. അപ്പൊ അവരെ ഞാനാണെങ്കിൽ ഒറ്റവാക്കിലൊരു മറുപടി പറയും. എന്റെ മറുപടി, നമ്മൾ നിറയ്ക്കേണ്ട രൂപത്തിൽ നിറച്ച് കെട്ടേണ്ട രൂപത്തിൽ കെട്ടിയിട്ടൊരു തുല്യ രക്തം വരികയാണ്. അത് വസ്ത്രത്തിലായാൽ ആ നിസ്കാരത്തിന് കുഴപ്പമില്ല. പക്ഷെ ഈ കെട്ടുന്നതിലോ നിറക്കുന്നതിലോ വീഴ്ച വരാൻ പാടില്ല. അത് ഫുഖഹാക്കൾ പറഞ്ഞ മാതിരി ആ വിഷയം കൈകാര്യം ചെയ്യും. എന്നിട്ടും ഒരു തുല്യ രക്തക്കം വരികയാണെങ്കിൽ അത് ആ നിസ്കാരത്തിൽ അഫൂവും എന്തില്ല, അടുത്ത നിസ്കാരത്തിന് അഫൂവില്ല. അപ്പൊ ലുഹുരിക്കൊരു പെണ്ണ് ചെയ്യേണ്ട രൂപത്തിലൊക്കെ പറയുമ്പോഴല്ല, ഈ അമിത സ്രാവം എന്നൊരു കൂട്ടക്കാരൻ സ്ത്രീകളുടെ കൂട്ടത്തിൽ അമിതമായി രക്തം എന്താണ് വെട്ടിപ്പൊലിച്ചു വരികയാണെങ്കിലും പറയും ചില സഹോദരിമാർ. അങ്ങനെ ഈ അമിതമായ രക്തം വരുന്ന സഹോദരിമാര് ഇത് എങ്ങനെ കൈകാര്യം ചെയ്താലും സുജൂദിലേക്കും റുക്കൂയിലേക്കും പോകുമ്പോൾ തുല്യം ഇഞ്ഞും വരും. ഞാൻ അങ്ങനെ തന്നെ പറയാം. ഒരു മതിയൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. നമ്മളിത് എങ്ങനെ ചെയ്താലും സുജൂദിലേക്കും റുക്കൂയിലേക്കൊക്കെ പോകുമ്പോഴേ പിന്നെ ആവും. അപ്പൊ നമ്മൾ ബേജാറാവണ്ട, അതിനെ കഴിഞ്ഞ അഫൂണ്ട്. പക്ഷെ അടുത്ത നിസ്കാരത്തിൽ പിന്നെ ആ വസ്ത്രം ഉപയോഗിക്കാൻ പറ്റും, അത് കഴുകി വൃത്തിയാക്കണ്ടേ, അതുവാറക്കാൻ. ഈ നിസ്കാരത്തിൽ അതിന് അഫൂ വരും. അപ്പൊ അത് പല സഹോദരിമാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇങ്ങനൊക്കെ ചെയ്താൽ ഉസ്താദെ പിന്നെ നിസ്കാരം കഴിഞ്ഞാൽ നനവ് പുറത്തേക്ക് വരുന്നു, എന്താ ഞങ്ങൾ ചെയ്യാൻ? ഇത് ബേജാറാവാനൊന്നുമില്ല. ഇസ്ലാമിൽ നമ്മുടെ ഷാഫി മദ്ഹബിൽ തന്നെ അതിന് വ്യക്തമായ പരിഹാരങ്ങൾ. വായു പോകുന്നത് വെച്ചു കെട്ടേണ്ടത് ആരെ കാര്യമില്ല. PM എടുക്കാം. വായു പോകുന്നവൻ എന്നാലും വന്ന് എന്റെ സമയം കഴിഞ്ഞു, അതിനെ കാത്തിരിക്കാൻ എന്റെ സമയം കഴിഞ്ഞു. ഒരൊറ്റ മിനിറ്റ്. ഉസ്താദെ, വായു പോകുന്നവൻ വെച്ചു കെട്ടിയത് കൊണ്ട് കാര്യമില്ലല്ലോ. ആരെ പറഞ്ഞ കാര്യമില്ല, ആരെ കാര്യമില്ല. നിങ്ങൾ നമ്മളെ വെച്ച് കെട്ടല് വെച്ചത് ആ PM ചെയ്താലോ അത് നമ്മളിത് ആ വെച്ച് കെട്ടേണ്ട രൂപം നമ്മളത് വിശദീകരിക്കുമ്പോ കാര്യത്തിലെ കാര്യം കിട്ടും. ഇൻഷാ അല്ലാഹ് 3-ാം ഭാഗത്തിൽ ഇസ്തിഹാലത്തുള്ളവരുമായി ബന്ധപ്പെടാമോ? ഒരു കുഴപ്പമില്ല, അതൊക്കെ ഞാൻ വരും. നമ്മളിഞ്ഞ് ആ നിയമം വരും. അത് പലവരും ചോദിക്കുന്ന ചോദ്യം, ഇസ്തിഹാലത്തുകാരിയുമായിട്ട് ബന്ധപ്പെടാൻ പറ്റും, ഒരു കുഴപ്പമില്ല. പക്ഷെ ബന്ധപ്പെടുമ്പോ ഒരു പ്രശ്നം ഉണ്ടെന്ന് മാത്രം. എപ്പ പറഞ്ഞില്ല, ഞങ്ങൾ ചിലപ്പോൾ ചിരിച്ചു വന്നു. അത് ഒരിക്കൽ ഞാൻ മുമ്പ് ഏതോ ഒരു ക്ലാസ്സിൽ പറഞ്ഞ നമ്മളെ അജ്മാനിലെ സുലൈമാൻ ഹാജിയെ ചിരിപ്പോഴും നിന്നിട്ടില്ല. എപ്പോഴും ഇങ്ങനെ ഓർമ്മ വരുമ്പോ ആ എനിക്ക് ഓർമ്മ വരും.
ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഇൻഷാ അല്ലാഹ് അവതരിച്ച് പറയാം. നമ്മൾ അബൂസിനാൻ ഉസ്താദ് വന്നിട്ടുണ്ട്. അള്ളാഹ് അപ്പൊ ഏതായിരുന്നാൽ ഞാൻ അവസാനിപ്പിക്കുന്നു. ഇതിന്റെ മൂന്നാം ഭാഗത്തിൽ നിത്യാശുദ്ധിക്കാരുടെ പ്രത്യേകമായ ഒളൂഇന്റെ ഷർത്തുകളും വെച്ച് കെട്ടേണ്ട രൂപവും ബാക്കി കൂടി പറയാം. അല്ലാഹു തആല നമ്മുടെ സാധാരണക്കാരുടെ ഈ ഒരു വിഷമകരമായ അവസ്ഥയിൽ അതിന്റെ ഒരു ഇസ്ലാമിക രീതി വ്യക്തമായി പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ നമ്മുടെ ഈ ക്ലാസ് റൂം ഒരു ഉപകാരമായി അല്ലാഹു തആല ഈ ക്ലാസ് റൂമിനെ സഹായിക്കുന്ന, സ്നേഹിക്കുന്ന, ഇതിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അല്ലാഹു തആല ബർക്കത്ത് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് അബൂസിനാൻ ഉസ്താദിനെ ആദരപൂർവ്വമായി ക്ഷണിക്കുന്നു. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും സവാമ. ഞാൻ ഇന്നലെ മഗ്‌രിബിക്ക 11:30 വിളിക്കുന്നത് ഞാൻ കേട്ടിരിക്കുന്നു, പക്ഷെ ഭയങ്കര